സൂറത്തുൽ കഹ്ഫ് 29-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅഊദു ബില്ലാഹി അൻ യഹ്ളുറൂൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരമമായ കാരുണ്യം അല്ലാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തന്ന് നമ്മോട് ക്ഷമിക്കുകയും അവൻ്റെ കരുണക്കർഹരാക്കി തരികയും ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഗുണം ചെയ്യട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് അല്ലാഹു ഗുണം ചെയ്യട്ടെ. നമ്മൾ മരിച്ചുപോയവരുടെ ഖബർ ജീവിതം, പരലോക ജീവിതം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ കഹഫ് സൂറത്തിലെ ഏകദേശ മധ്യഭാഗത്താണ് നമ്മുടെ ചർച്ചകൾ എത്തി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പും അതിനെ തുടർന്ന് അള്ളാഹു മനുഷ്യരെ ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളാൽ ആദരിക്കുകയും ചെയ്ത ആദരസൂചകമായി സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ ആ സംഭവവുമായി ബന്ധപ്പെട്ട ശുദ്ധവാക്യം സൂറത്തുൽ കഹഫിലെ 50-ാമത്തെ ആയത്തിലായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷം ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സൂചിപ്പിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലേക്കുള്ള സൂചനയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല വളരെ വ്യക്തമായും അതിൻ്റെ സമയം അറിയിച്ചുകൊണ്ടും അല്ലാഹു തആല സൃഷ്ടിപ്പ് എങ്ങനെ നടത്തി എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിൽ 51-ാമത്തെ ആയത്തിൽ എങ്ങനെ അല്ലാഹു സൃഷ്ടിപ്പ് ചെയ്തു എന്ന് വിശദീകരിക്കുകയല്ല, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ലോകം, നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാത്ത ഒരു സംഗതിയെ
എന്ത് അനുമാനങ്ങൾ വെച്ച് നിങ്ങൾ വീക്ഷിച്ചാലും ആ അനുമാനങ്ങൾ ശരിയാവണം എന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്ന് നമുക്കൊരു ഉണർത്ത് തരൽ മാത്രമാണ് ഈ ആയത്തിന്റെ ലക്ഷ്യം. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നത് ഒരു വലിയ അത്ഭുതമാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ കാണുമ്പോൾ വെരി ഫാസിനേറ്റഡ്, നമുക്ക് വലിയ കൗതുകം തോന്നും. ഈ ലോകം ഒന്ന് പുറത്തിറങ്ങി നടന്നാൽ, ആകാശത്തേക്കൊന്ന് കണ്ണുയർത്തിയാൽ, സമുദ്രജലം കാണുമ്പോൾ, ആകാശത്തിന്റെ വലുപ്പം കാണുമ്പോൾ, വായുവും പ്രപഞ്ചവും നക്ഷത്രവും ചന്ദ്രനും സൂര്യനും, സൂര്യൻ ഉദിക്കുന്ന നേരം, സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാനേരത്തെ ആകാശത്തിൻ്റെ നിറവ്യത്യാസവും ആ നേരത്തെ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകതയും മനസ്സിന് കിട്ടുന്ന കുളിർമയും എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതി പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമാണ്. ഗൾഫ് നാടുകളിലൊക്കെ ഫ്ലാറ്റ് സംസ്കാരമായതുകൊണ്ടൊരു പക്ഷേ അസ്തമയവും ഉദയവും ഒന്നും കൊല്ലങ്ങളോളം കാണാത്ത ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ. എത്ര മനോഹരമാണ് സൂര്യോദയം നടക്കുന്നത് ഒന്ന് പുറത്തിറങ്ങിയാൽ, എത്ര മനോഹരമാണ് സൂര്യൻ അസ്തമിക്കുന്ന നേരം, അതിൻ്റെ വലുപ്പവും അതിൻ്റെ നിറവും, ആ സമയത്ത് ഒരു കുളിർക്കാറ്റും. ഹാർട്ട് അറ്റാക്ക് പോലുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് പോലും പ്രകൃതി ചികിത്സ ചെയ്യുന്ന ആളുകൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം രാവിലെയും വൈകുന്നേരവും നെഞ്ചിലേക്ക് ഈ കുളിർമയുള്ള കാറ്റ് കൊള്ളുക എന്നാണ് ഒരു പരിഹാരം. അങ്ങനെ 4 പ്രഗത്ഭരായ ഡോക്ടർമാർ അറ്റാക്കുണ്ട്, ബ്ലോക്ക് ഉണ്ടായിട്ട് ഓപ്പറേഷൻ സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിരുന്ന, ഞാൻ വളരെ അടുത്തറിയുന്ന ഒരു പണ്ഡിതൻ, പ്രായമുണ്ട്, 72 വയസ്സുണ്ട്, മാഷാ അല്ലാഹ്, ഓപ്പറേഷനൊന്നും കഴിഞ്ഞിട്ടില്ല, അത് ചെയ്യണമെന്ന് കോഴിക്കോട്ടെ പ്രഗത്ഭമായ ഹോസ്പിറ്റലുകൾ 4 ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു, ഒന്നും ചെയ്തില്ല. ഈ ഒരു ചെറിയൊരു പ്രകൃതി ചികിത്സ ചെയ്തു. അതിൻ്റെ ഒരു ഭാഗം ഭക്ഷണ ക്രമീകരണങ്ങളായിരുന്നു, പക്ഷെ മറ്റൊന്ന് രാവിലെയും വൈകുന്നേരവും നെഞ്ചിലേക്ക് ഈ കുളിർമയുള്ള കാറ്റ് കൊള്ളിക്കുക. അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിക്കുന്നു, അൽഹംദുലില്ലാഹ്. 2 ആഴ്ച മുമ്പ് അവരെ കണ്ടു. കാര്യമായ ഒരു ജലദോഷമോ ഒരു പനിയോ ഒരു അസുഖം ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു, വലിയ അത്ഭുതത്തിൽ. അൽഹംദുലില്ലാഹ്. 72 വയസ്സായിട്ടുണ്ട്. 15 കൊല്ലം ഷുഗർ 15 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗറിനും മരുന്നില്ല, അറ്റാക്കിനും മരുന്ന് കുടിക്കണില്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല, വളരെ റാഹത്തിലാണ്. അപ്പോൾ എന്തൊക്കെയോ വലിയ സിറുകൾ, രഹസ്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം നമുക്ക് ഉണ്ടാക്കിയത് തന്നെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞ് കാണുന്ന ഈ ലോകം, താൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, തന്നെ ആരുണ്ടാക്കി എന്ന വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് അവന്റെ കൺമുമ്പിൽ കാണുന്ന ഈ പ്രവിശാലമായ ലോകം. അപ്പൊ എന്നും ആളുകൾ അത്ഭുതത്തോടുകൂടെയാണ് കോസ്മോളജി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ്, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ നടക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ശാസ്ത്രലോകം ഇന്നും ഉത്തരം തേടി അലയുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. സമാവാത്ത് അർദിന്റെ, ആകാശങ്ങളും ഭൂമിയും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് പ്രപഞ്ചം എന്ന മൊത്തത്തിൽ, ദ എൻറ്റയർ കോസ്മോസ്, പ്രപഞ്ചം ഒന്നാകെ എന്ന ഒരു ആശയത്തിലാണ് ഖുർആൻ സമാവാത്ത് വൽ അർദ് എന്ന് പറയാറുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടത്. മാ അശ്ഹദ്തുഹും, മനുഷ്യർക്കോ ജിന്നുകൾക്കോ ഭൂതങ്ങൾക്കോ പിശാചുക്കൾക്കോ ഈ പ്രപഞ്ചത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല, ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരവരുടെ സൃഷ്ടിപ്പ് പോലും ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിന് നമ്മൾ സാക്ഷികളല്ല. നമ്മൾ നമ്മുടെ സൃഷ്ടിപ്പ് നടക്കുന്ന ആ സന്ദർഭത്തിന് നമ്മൾ സാക്ഷിയാണോ? അല്ല.
അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനും ഞാൻ മനുഷ്യരെയോ ജിന്നുകളെയോ പിശാചുക്കളെയോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. $13.7 ബില്യൺ കൊല്ലങ്ങൾ പഴക്കമുണ്ട് എന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. 17 ബില്യൺ. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനാധാരമായ ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനം സംഭവിച്ചു എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനം. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനില്ല, പ്രപിതാക്കന്മാരില്ല, ചരിത്രരേഖകളില്ല, സാക്ഷികളായവർ എഴുതി വെക്കുന്ന സംഭവമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ സാക്ഷികളാവാതിരിക്കെ നിങ്ങൾ എന്തെല്ലാം നിഗമനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ആ നിഗമനങ്ങളെല്ലാം നിഗമനങ്ങളായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഹൈപ്പോത്തസിസ്, could be proved or disproved. ശരിയാവാം, തെറ്റാവാം. നിങ്ങൾ ഖണ്ഡിതമായി പറയേണ്ട ഒരു വിഷയമല്ല അത്. കാരണം അത് നിങ്ങളുടെ സെൻസറി ഫാക്കൽറ്റിക്ക് അപ്പുറത്ത് കിടക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ടതിൽ നമുക്ക് കരണീയമായത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹു അതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു അത് വിശ്വസിക്കലാണ് നമുക്കതിൽ അഭികാമ്യം. മനുഷ്യന് പഠനം നടത്താം, മനുഷ്യന് ഗവേഷണങ്ങൾ നടത്താം, പക്ഷെ അത് തന്നെയാണ് ശരിയെന്ന് ബില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ എന്ത് അനുമാനിച്ചാലും അതല്ല, അത് ഇങ്ങനെയാണ് എന്ന് തിരുത്തിത്തരാൻ മറ്റൊരാൾ അതിന് സാക്ഷികളില്ലാതിരിക്കെ നിങ്ങളുടെ അനുമാനം മാത്രമാണ്. നമ്മുടെ വിശ്വാസ കർമ്മങ്ങളിൽ ഉമൂറുൻ തഹ്ഖീഖിയ്യ വ ഉമൂറുൻ തസ്ദീഖിയ്യ ഇങ്ങനെ രണ്ട് വിഭാഗമായി ഉലമാ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കുന്നത് തഹ്ഖീഖിയായ വിഷയമാണ്. മനുഷ്യന്റെ അന്വേഷണങ്ങൾ ചെന്നെത്തി അവന് യുക്തമെന്ന് അവന് സത്യമെന്ന് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, ഇതൊക്കെ നമുക്ക് ഉറപ്പായും ഖണ്ഡിതമായും പറയാൻ കഴിയുന്ന വിഷയങ്ങളാണ്. പക്ഷേ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഡൈനോസറുകളുടെ കാലം എന്നായിരുന്നു? അതിന് മുമ്പ് വല്ല ജീവജാലങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ ആദ്യം എന്തായിരുന്നു? വിശുദ്ധ ഖുർആനിന്റെ രേഖകൾ എടുക്കാതെ മനുഷ്യൻ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ എത്തിച്ചേരുന്ന ഹൈപ്പോത്തസിസ്, ഇതെല്ലാം ഉമൂറുൻ തസ്ദീഖിയ്യ, നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയാത്ത വിഷയങ്ങളാണ്. അതിലൊക്കെ അള്ളാഹു എന്തു പറഞ്ഞു അത് വിശ്വസിക്കലാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് അത് തസ്ദീഖിയായ വിഷയങ്ങളാണ്, തഹ്ഖീഖായി പറയാൻ കഴിയില്ല. ഇനി എന്താണ് അല്ലാഹു ആയത്തിൽ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അളുദാ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് എങ്ങനെ ഉണ്ടായി എന്ന് മനുഷ്യർക്കോ ജിന്നുകൾക്കോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. വലാ ഖൽഖ അൻഫുസിഹിം, അവരെ തന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നബിയെ അങ്ങ് പറയുക, വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അളുദാ, പഴപ്പിക്കുന്ന ആളുകളുടെ മാർഗം അത് ഞാൻ സ്വീകരിക്കുന്നവനല്ല, പഴപ്പിക്കുന്നവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവനല്ല എന്ന് പറയൂ നബിയെ എന്നൊരാഹ്വാനം ഈ ആയത്തിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം യുക്തിവാദം ലോകത്ത് കടന്നു വരുന്നത് രണ്ട് വലിയ സിദ്ധാന്തങ്ങളിലൂടെയാണ്. അതിലൊന്ന് മനുഷ്യ സൃഷ്ടിപ്പ് എങ്ങനെ നടന്നു എന്നത്, മറ്റൊന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് എങ്ങനെ നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
മനസ്സിലാക്കാനും സ്രഷ്ടാവായ സർവേശ്വരനായ ഒരേ ഒരു പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനുഷ്യൻ അംഗീകരിക്കാൻ മനുഷ്യന് പ്രയാസം തോന്നുന്ന ഒരു വസ്തുത, അങ്ങനെ ഒരു പടച്ചവന്റെ നിയമങ്ങൾ ഞാൻ അംഗീകരിക്കാൻ വിധേയനാകുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു നിയമത്തിലും ഒരു നിയമക്കുരുക്കിലും കടന്ന് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് യുക്തിവാദത്തെ പ്രോത്സാഹിപ്പിക്കുക. കാരണം അവർക്ക് ആരോടും കമ്മിറ്റ്മെന്റ്സ് ഇല്ലല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു, അലയ്യ റഖീബു, അള്ളാഹു എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഉണ്ട്. പല മതവിശ്വാസങ്ങളും അങ്ങനെയാണ്. എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് ഒരുതരം കമ്മിറ്റ്മെന്റ് അതിലൂടെ ഉണ്ടാകും. പക്ഷേ ഇസ്ലാം മതങ്ങളിൽ ഒരു മതമായിട്ട് മനസ്സിലാക്കരുത്. ഇതാണ് സത്യമതം എന്ന ഒരു വലിയ ആശയമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മതങ്ങളും സിദ്ധാന്തങ്ങളും ഒരുപാട് കാണും. അതിൽപ്പെട്ട കേവലം ഒന്ന് മാത്രം ഇസ്ലാം അങ്ങനെയല്ല. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് കേട്ടോ നേരായ മാർഗം, ഇതാണ് നേരായ, ഇതിലൂടെ ജീവിച്ചെങ്കിലേ വിജയമുള്ളൂ എന്ന വലിയൊരു ആശയം അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ ഉണ്ടായത് എങ്ങനെ, പ്രപഞ്ചമുണ്ടായത് എങ്ങനെ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് യുക്തിവാദത്തിലേക്ക് പോകാൻ കഴിയില്ല. അല്ലാഹു തആല ഇവിടെ പറഞ്ഞതിലൊരു അത്ഭുതം കണ്ടോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നും നിങ്ങളെ പടച്ചത് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സൈദ്ധാന്തികൻ, അദ്ദേഹം ചില ദ്വീപുകളിൽ അദ്ദേഹം കണ്ടെത്തിയ ചില ജീവജാലങ്ങളെ, അവയുടെ സർവൈവൽ, അവരുടെ ജീവിത ക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്ന അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളിലൂടെ അദ്ദേഹം കണ്ടെത്തിയ തൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണത്. അതിലദ്ദേഹം മനുഷ്യൻ എന്ന് പറയുന്ന ഈ രൂപത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നതിൻ്റെ മുമ്പ് ഒരുപാട് സൈക്കിളുകൾ നമ്മുടെ മുമ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് മനുഷ്യന് വാലുണ്ടായിരുന്നു, അന്ന് 4 കാലിൽ നടന്നിരുന്ന മനുഷ്യനായിരുന്നു, പിന്നെയാണ് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ തുടങ്ങുന്നത്, പിന്നെയാണ് വാലു മുറിഞ്ഞു പോകുന്നത്, അങ്ങനെയാണ് പിന്നെ പുയി കാണുന്ന മനുഷ്യനായി മാറിയത് എന്ന് അദ്ദേഹം അനുമാനം കണ്ടെത്തി. അതാണ് ഇന്ന് വലിയ സിദ്ധാന്തമായി ലോകത്ത് നടക്കുന്നത്. നമുക്കറിയാം, എവറി തിയറി വിൽ റിമെയിൻ ആസ് എ തിയറി, ഇറ്റ് കാൻ become a fact. ഒരു തിയറിയും ഒരു സിദ്ധാന്തവും വസ്തുതയായി മാറുന്നില്ല. സിദ്ധാന്തം സിദ്ധാന്തമാണ്, ശരിയാവാം തെറ്റാവാം, പക്ഷെ അതിനെ ഒരു ഫാക്റ്റ് ആയിട്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ. ചാൾസ് ഡാർവിന്റെ ഈ സിദ്ധാന്തം മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞത് 100% തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണനായ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുരങ്ങിൽ നിന്നോ ചിമ്പാൻസിയിൽ നിന്നോ ഇവോൾവ് ചെയ്തു വന്നവനല്ല മനുഷ്യൻ. സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു 60 ദിറാഅൻ, 60 മുഴം നീളമുള്ള ഒരു വലിയ മനുഷ്യനായി, ബുദ്ധിയും കഴിവും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, സ്പീക്ക് ചെയ്യാൻ എല്ലാം കഴിവുള്ള, യുക്തിയുള്ള അധ്യാപകനായി, പഠിപ്പിക്കാൻ കഴിയുന്ന ആളായി, അള്ളാഹുവിന്റെ റെവലേഷൻ സ്വീകരിക്കുകയും അത് സമൂഹത്തിന് കൈമാറുകയും ചെയ്ത, കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഒരു മഹാപരിപൂർണ മനുഷ്യനായിട്ടാണ് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. തൊട്ടു മുമ്പുള്ള ആയതാണ്. അതുകൊണ്ട് മനുഷ്യൻ ആദ്യം ഭാഷയില്ലായിരുന്നു, മനുഷ്യൻ ആംഗ്യ ഭാഷയിലാണ് ജീവിച്ചത്. കല്ലുകളുടെ കാലം, ബ്രോൺസ് യുഗം, സ്റ്റോൺ ഏജ്, അയൺ ഏജ് എന്നൊക്കെ തുടങ്ങി എന്തെല്ലാം സിദ്ധാന്തങ്ങൾ നമ്മൾ ആന്ത്രോപോളജിയുടെ ഭാഗമായി മനസ്സിലാക്കുന്നുണ്ടോ, ഇതെല്ലാം സിദ്ധാന്തങ്ങൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഭാഷയില്ലാത്ത ഒരു കാലം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടില്ല. സയ്യിദുന ആദം നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്.
ഖാല അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബിയെ, ഈ സാധനങ്ങളുടെ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പേരുകൾ അതിൽ അള്ളാഹുവിന്റെ ഇസ്മുകളാണതെന്ന അഭിപ്രായമുണ്ടല്ല, പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പേരുകളാണെന്ന അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഈ നാമങ്ങളൊക്കെയും നിങ്ങൾ മാലാഖമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം മലക്കുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവരുമായി സംസാരിച്ചു. സംസാരിക്കണമെങ്കിൽ അവിടെ ഭാഷ വേണം. ആദം നബി അലൈഹിസ്സലാമും ഭാര്യയും സംസാരിച്ചു. അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ പഠിച്ചെടുത്തു സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. ഖാല, രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവിടെ ആദം നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. അതിനർത്ഥം മനുഷ്യൻ മിണ്ടാൻ കഴിയാത്ത ആംഗ്യ ഭാഷയിൽ ജീവിച്ചിരുന്ന ഒരു കാലം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ഭക്ഷണമില്ലായിരുന്നു, അങ്ങനെ പറയാം. കുറെ കാലം മനുഷ്യൻ ഭക്ഷണം എങ്ങനെ തേടിപ്പിടിക്കണം എന്നറിയില്ല, എങ്ങനെ കുക്ക് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഒരു കാട്ടുതീ ഉണ്ടായപ്പോ, ജീവജാലങ്ങളൊക്കെ വെന്തുരുകിയപ്പോ ആ മാംസമെടുത്ത് കഴിച്ചപ്പോഴാ, ഓ വേവിച്ചതിന് ടേസ്റ്റ് ഉണ്ടല്ലേ, അങ്ങനെ പിന്നെ ഒരു ബാർബിക്യൂ ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ യുക്തമായ മനുഷ്യന് ഒരു ഡിവൈൻ റെവലേഷൻ, ദിവ്യമായ അള്ളാഹുവിന്റെ ഒരു വെളിപാടിനെ ആസ്പദമാക്കി വിശ്വസിക്കാനോ ജീവിക്കാനോ സാധ്യമല്ലാത്ത ഒരാൾ കണ്ടെത്തുന്ന ഒരു ആൾട്ടർനേറ്റീവ്, അതിന്റെ ഒരു സമാനമായ ഒരു വഴി മാത്രമാണ് ചാൾസ് ഡാർവിന്റെ ഈ സിദ്ധാന്തം. ആദം നബി പരിപൂർണ മനുഷ്യനാണ്. അപ്പൊ സംസാരിക്കാത്തൊരു കാലുണ്ടായിരുന്നു. മനുഷ്യനെങ്ങനെ തിന്നാന്നറിയില്ല, എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നറിയില്ല. ആ സംഭവങ്ങളൊന്നും ഇസ്ലാമിക ദൃഷ്ട്യാ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ മനുഷ്യൻ കാലാകാലം ഒരുപാട് യുഗാന്തരങ്ങളിലൂടെ മില്യൺ കണക്കിന് കൊല്ലങ്ങളിലൂടെ കടന്നു വന്നു എന്ന് പറയുന്ന ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം. ഞാൻ സിദ്ധാന്തത്തിന്റെ എല്ലാ വശങ്ങളും 100% പഠിച്ചു എന്ന് ഞാൻ പറയാൻ കഴിയില്ല. ആ വിഷയം ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത കാലങ്ങളിലായുള്ള സയന്റിസ്റ്റുകളൊക്കെ മനസ്സിലാക്കിയ വിഷയം, ചാൾസ് ഡാർവിന്റെ ഈ സിദ്ധാന്തത്തിൽ there are missing links. ഓരോ ഘട്ടങ്ങളിൽ നിന്ന് മറ്റൊരു ഘട്ടങ്ങളിലേക്ക് ജീവജാലങ്ങൾ മാറിമറിഞ്ഞു എന്ന് പറയുന്നതിൽ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗങ്ങളിൽ ചില മാറ്റങ്ങളുടെ സ്റ്റേജുകൾ അദ്ദേഹം വിട്ടുകളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണമായ ഒരു സിദ്ധാന്തമായി നാച്ചുറൽ സെലക്ഷനെ മനുഷ്യന്റെ വിഷയത്തിലെങ്കിലും കണക്കാക്കുക സാധ്യമല്ല എന്നാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യനങ്ങനെ കുരങ്ങുന്നുണ്ടായതാണെങ്കിൽ നമുക്ക് ആരോടും കടപ്പാടില്ലല്ലോ, നമ്മൾ അങ്ങനെ ജനിച്ചു വന്നതല്ലേ, നമുക്ക് പിന്നെ അങ്ങ് ബുദ്ധിയുണ്ടായി, നമ്മൾ പിന്നെ അങ്ങ് സംസാരിച്ചു തുടങ്ങി, നമ്മൾ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, നമ്മൾ പിന്നെ സയന്റിസ്റ്റുകളും പ്രൊഫസർമാരുമായി തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നൊരു ചിന്താഗതി വരുമ്പോ സർവേശ്വരനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തിയത്. അവനാണ് മനുഷ്യനെ പടച്ചത്. അവനാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കാനുള്ള ഒരു ബൈലോ, ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു മാനുവൽ ഉണ്ടാകും. മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന മാനുവൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ കിതാബുകളാണ്, അവരുടെ ദർശനങ്ങളാണ്, അവസാനമായി വിശുദ്ധ ഖുർആനാണ്. ഇത് അംഗീകരിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം വിശ്വസിക്കുന്നവരിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്? ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനം ബില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആർനോ എ പെൻസിയാസ്, അതുപോലെ തന്നെ റോബർട്ട് ഡബ്ല്യു വിൽസൺ, ഇവര് ഈ ദൃശ്യപ്രപഞ്ചത്തിനപ്പുറം പ്രകാശങ്ങളുടെ ഒരു ലോകമുണ്ട് എന്ന് കണ്ടെത്തിയ അവരുടെ സിദ്ധാന്തത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ മഹാവിസ്ഫോടനമുണ്ടായി എന്ന ആശയം ബലപ്പെടുന്നത് 1965. മഹാവിസ്ഫോടനം ഉണ്ടായോ ഇല്ലയോ എന്നതല്ല വിഷയം. മഹാവിസ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നതാണ് വിഷയം. മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ല, സർവേശ്വരനായൊരു സൃഷ്ടാവല്ല ഇത് ഉണ്ടാക്കിയത് എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? കാരണം മഹാവിസ്ഫോടനം ഉണ്ടാവേണമെങ്കിൽ ആ വിസ്ഫോടനത്തിന് കാരണമായ ഗ്ലോബ്, ആ ഒരു കോസ്മിക് എഗ്, അതാരുണ്ടാക്കി എന്നതിന് ഉത്തരം വേണം. ആരാ
അതുണ്ടാക്കിയത്? ഒരു സാധനം പൊട്ടിത്തെറിച്ചു എന്നല്ലേ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും, എല്ലാ നക്ഷത്രങ്ങളും, നെബുലകളും എല്ലാം ഈവൻ പൊടിപടലങ്ങളടക്കം കൂടിച്ചേർന്നിരുന്ന ഒരു വലിയൊരു മാസ്, ഒരു ഗ്ലോബായിരുന്നു. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അത് പൊട്ടിത്തെറിച്ചു. അതിന്റെ ഒരു കഷ്ണം ഭൂമിയാണ്, ഒരു കഷ്ണം ചന്ദ്രനാണ്, ഒരു കഷ്ണം ചൊവ്വയാണ്, ഒരു കഷ്ണം ജൂപ്പിറ്ററാണ്, ഒരു കഷ്ണം യുറാനസ് ആണ്. ഇങ്ങനെ പ്രപഞ്ചഗോളങ്ങളെല്ലാം ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. അതിനെ സംബന്ധിച്ച് സയന്റിസ്റ്റുകൾ പഠനം നടത്തി. ചന്ദ്രനിൽ കിട്ടുന്ന പാറകളുടെ വർഷവും കാർബൺ ഡേറ്റിംഗിലൂടെ ചന്ദ്രനിൽ കിട്ടുന്ന പാറയും ഭൂമിയിൽ കിട്ടിയ പാറകളുടെയും കാലം അവർ കണക്കാക്കുമ്പോൾ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ പിറവിയെടുത്തു എന്നവർക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇന്ന് മുസ്ലിം ലോകത്തറിയപ്പെടുന്ന ഒരു മുസ്ലിം സയന്റിസ്റ്റും പണ്ഡിതനുമാണ് ഷെയ്ഖ് അബ്ദുൽ മജീദ് അസ്-സിന്ദാനി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഒരുപാട് സയന്റിസ്റ്റുകളുടെ കൂടെ ജീവിച്ച് വിഷയങ്ങൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ, വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും ഖുർആനും മോഡേൺ സയൻസ് എന്ന് പറയുന്ന ആ ഒരു വസ്തുതയെ ഏറ്റവും കൂടുതൽ പ്രബലമായ ശാസ്ത്രീയ തെളിവുകളോടുകൂടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ മജീദ് അസ്-സിന്ദാൻ. അതുപോലെ തന്നെ ഷെയ്ഖ് സഗ്ലൂൽ അൻ-നജ്ജാർ, ഈജിപ്തുകാരനായ ഷെയ്ഖ് സഗ്ലൂൽ അൻ-നജ്ജാർ, ഇവരൊക്കെ പോലെയുള്ള ആളുകൾ, അബ്ദുദ്ദായിം അൽ-കഹീലിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഇന്ന് ഈ വിഷയത്തിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ ആയിരക്കണക്കിന് വരുന്ന പേജുകൾ വരുന്ന എസ്സേകളാണ് വിശുദ്ധ ഖുർആനിന്റെയും മോഡേൺ സയൻസിന്റെയും പഠനങ്ങളിലൂടെ അവർ നിരത്തുന്നത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു, ഇപ്പോഴും രചിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. അപ്പോ അവരൊക്കെ സയന്റിസ്റ്റുകളുമായി ഇതിന്റെ ഒരു എൻകൗണ്ടർ നടത്തുന്നുണ്ട്. അവരുമായുള്ള സംവാദങ്ങളും അവരുമായി കൂടിയിരുന്നുള്ള ചർച്ചകളും കണ്ടെത്തിയപ്പോ 10,000-കണക്കിന് വസ്തുതകളാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി യോജിച്ചു വന്നത് അവർ കണ്ടെത്തിയത്. അതതിന്റെ തെളിവോടുകൂടെ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രപഞ്ചമുണ്ടായത് മഹാവിസ്ഫോടനമാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലൂടെയാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം കടന്നു വന്നത്. എന്നാ പിന്നെ എന്തിനാ പടച്ചോൻ? നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായതല്ലേ, നമ്മളിങ്ങനെ കുരങ്ങുന്നുണ്ടായി വന്നതല്ലേ, നമുക്ക് ആരോടും ഒരു വിധേയത്വം, ഇതെങ്ങനെ ഉണ്ടായി, ബൈ ചാൻസ് അതങ്ങനെ ഉണ്ടായി എന്നൊരു വിശ്വാസം. എത്രയോ സയന്റിസ്റ്റുകൾ പരമമായ ഗവേഷണവും അതിനിഗൂഢമായ പഠനങ്ങളും നടത്തുന്ന ആളുകൾ പോലും ഞാൻ ആ ഗവേഷണം ചെയ്യുന്ന ഈ സയന്റിസ്റ്റ് എങ്ങനെ ഉണ്ടായി എന്നതിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. താൻ നിൽക്കുന്ന ഈ പ്രപഞ്ചം, ഇതിന്റെ മഹാത്ഭുതങ്ങൾ ലാബുകളിൽ പരിശോധിച്ചു നോക്കുമ്പോഴും ഇതാരുണ്ടാക്കി എന്ന വസ്തുത മാത്രം അവർ കണ്ടെത്തുന്നില്ല. അതങ്ങനെ ഉണ്ടായി, ഇറ്റ്സ് ഫൗണ്ട് ഇൻ നേച്ചർ, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു. അള്ളാഹു എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് ആധുനിക യുക്തിവാദി ഉപയോഗിക്കുന്ന അവന്റെ പടച്ചവനാണ് നേച്ചർ. പ്രകൃതി എന്ന വാക്ക് അള്ളാഹ് എന്ന് പറയാൻ മടിയുള്ളവർ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. സ്രഷ്ടാവിനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ആരാണിത് ഉണ്ടാക്കിയത്? പ്രകൃതിയിൽ കാണപ്പെടുന്നു. പ്രകൃതിയുടെ ഒരു വികൃതിയാണിത്. ഇത് പ്രകൃതിയുടെ ഒരു മഹാത്ഭുതമാണ്. എന്ത് പ്രകൃതി? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയേണ്ടത് പ്രകൃതി എന്ന് പറയുന്നു. ചില ആളുകളുടെ ദൈവം ചാൾസ് ഡാർവിനാണ്, ചില ആളുകളുടെ ദൈവം ബിഗ് ബാങ് ആണ്, ചില ആളുകളുടേത് പ്രകൃതിയാണ്, നേച്ചറാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ മറ്റാരും ഇവിടെ സൃഷ്ടിപ്പ് നടത്തിയിട്ടില്ല. അതാണ് ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 15 കൊല്ലത്തോളം, ഏകദേശം 15 വർഷത്തോളം ഹിറാ ഗുഹയിൽ പല തവണകളായി ഒറ്റക്കിരുന്നിരുന്ന ആ ഘട്ടത്തിൽ, അവസാന കാലഘട്ടം, ദീർഘമായ രാവുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവും പകലുമില്ലാതെ ആ പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ ഹബീബായ നബി തങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നസലൽ അമീൻ ഇറങ്ങി വന്ന് ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം ഇഖ്റ, വായിക്കുക നബിയെ. ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഉമ്മത്തിനോട്, സമൂഹത്തോട് അല്ലാഹു ആദ്യം പറഞ്ഞ വാക്കെന്താണ്? ഇഖ്റ, വായിക്കുക. ഇന്ന് വായനയുടെ മഹാത്ഭുതം, ഇന്ന് ലോകത്ത് നടക്കുന്ന പഠനം,
നമ്മുടെ കുട്ടികൾ 3-4 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുന്നത്, സ്കൂളുകൾ ഉണ്ടായത്, കോളേജുകൾ ഉണ്ടാകുന്നത്, ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്. പഠനമല്ലാതെ ലോകത്ത് ഇത്ര പ്രാധാന്യമുള്ള വല്ല കാര്യവും ലോകത്ത് നടക്കുന്നുണ്ടോ? മനുഷ്യനൊക്കെ ഈ പഠന സ്കൂളിംഗ് ഒന്നും വേണ്ട എന്ന് ഏതെങ്കിലും ഒരു കാലത്തൊരു സമൂഹം തീരുമാനിച്ചു എന്ന് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? പഠനമാണ്. എല്ലാവരും പഠനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മക്കളെ എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് സ്കൂളിൽ പറഞ്ഞയക്കണം, ഏത് അധ്യാപകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം? ഇഖ്റ, വായിക്കുക എന്ന അള്ളാഹുവിന്റെ ആഹ്വാനം, ഇത് വിശുദ്ധ ഖുർആൻ ലോകത്തെ കൈമാറിയ ഈ മഹാ ആശയത്തിന്റെ ബഹിസ്ഫുരണമാണ്. ലോകത്തുനിന്ന് പഠനങ്ങൾ നടക്കുന്നത്. വായിക്കുക, ആദ്യം പറഞ്ഞ വാക്കതാണ് വായിക്കുക. ഇഖ്റ. എന്താണ് വായിക്കേണ്ടത്? എന്തെല്ലാം വായിക്കപ്പെടാവുന്നതുണ്ടോ അത് മുഴുവനും വായിക്കുക പ്രവാചകരെ. പക്ഷെ ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, ബിസ്മി റബ്ബിക്, നിങ്ങളെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവിന്റെ നാമത്തിലാവണം ആ വായന. ആ സൃഷ്ടാവ് ആരെന്ന് ചോദ്യം വരും. ആരാണ് എന്റെ സൃഷ്ടാവ്? ഒരു പടച്ചവനെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലദീ ഖലഖ്, the one who created, അവനാണ് സൃഷ്ടിപ്പ് നടത്തിയത്. സൃഷ്ടിപ്പ് നടത്തിയത് അവനാണ്. മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം ലവണങ്ങളുണ്ടോ, ഏതെല്ലാം സാധനങ്ങളുണ്ടോ, എല്ലാം ഒരു ബാരലിൽ നമ്മളൊന്ന് സങ്കല്പിക്കുക. എല്ലാം മനുഷ്യ ശരീരമുണ്ടാവാൻ കാരണമായ എല്ലാ ഘടകങ്ങളും ഒരു ബാരലിൽ അല്ലെങ്കിൽ ഒരു ട്യൂബിൽ എന്തെങ്കിലും ഒന്നിൽ സന്നിവേശിപ്പിച്ച് മനുഷ്യനായിട്ടൊരു ജീവൻ ഉണ്ടാക്കാൻ കഴിയുമോ? ഇംപോസിബിൾ, കഴിയില്ല. അള്ളാഹു ഉണ്ടാക്കുന്ന ഒരു ജീനെങ്കിലും കിട്ടാതെ, അല്ലെങ്കിൽ ഒരു കോശമെങ്കിലും കിട്ടാതെ ക്ലോണിംഗ് നടത്താൻ കഴിയില്ലല്ലോ. അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരു കോശമെങ്കിലും, ഒരു ജീനെങ്കിലും കിട്ടി അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നല്ലാതെ man can bring nothing from nothing. ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവരാൻ മനുഷ്യന് കഴിയില്ല. ഉള്ളതിനെ പരിപോഷിപ്പിക്കാൻ കഴിയും അള്ളാഹു കൊടുക്കുന്ന കഴിവുകൾ. മനുഷ്യനായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ പരമമായ സത്യം അള്ളാഹു ആദ്യത്തെ വചനത്തിൽ നബി തങ്ങളോട് പറഞ്ഞു. ഇഖ്റ, വായിക്കുക നബിയേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ അള്ളാഹു. എന്ത്? എല്ലാം അവനാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചവനെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം നബിയെ. വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം അതാ, പഠിക്കണം. അന്ധവിശ്വാസമല്ലല്ലോ ഇസ്ലാം. നിങ്ങൾ പഠിക്കണം. അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അല്ലാഹു രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ, വായിക്കുക നബിയെ. വറബ്ബുകൽ അക്രം, അല്ലാഹു ഏറ്റവും വലിയ കാരുണ്യവാനും ദയാലുവുമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്ത എല്ലാം പഠിപ്പിച്ചു തന്നവനാണ് അല്ലാഹു. പേന കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചു എന്നതിന്റെ ഒരു രഹസ്യം, മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞുപോയ സർവമാന സംഭവങ്ങളും ഒരു വിഭാഗം എഴുതി വെച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ ചരിത്രമുണ്ടോ? പേനയെ അള്ളാഹു ഒരു മനുഷ്യന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാക്കി കൊടുത്തില്ലായിരുന്നെങ്കിൽ എല്ലാവരും വിചാരിക്കുക വേട്ടയാടെങ്കിൽ ജീവിക്കാം, തിന്നുക, കുടിക്കുക, ഉടുക്കുക, ഉറങ്ങുക, ജീവിക്കുക. ഇതിലപ്പുറം സംഭവങ്ങൾ എഴുതി വെച്ചു നമ്മുടെ മുൻഗാമികളായ സമുദായങ്ങൾ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഇൻഡസ് വാലി, നമ്മുടെ സിന്ധു നദീതട സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇവരെല്ലാം എഴുതി വെച്ചത് കൊണ്ടല്ലേ നമുക്ക് അവരെ പറ്റി പഠിക്കാൻ പറ്റിയത്. കലം, പേന അവർ ഉപയോഗിച്ചു. അത് കൊത്തിവെച്ചുകൊണ്ടാകാം, പലതിലും രേഖപ്പെടുത്തിയാവാം. മനുഷ്യൻ രേഖപ്പെടുത്താൻ പഠിച്ചു. ഇത് പഠിപ്പിച്ചത് അള്ളാഹുവാണ് നബിയെ. ഇത് പഠിപ്പിച്ചത് അള്ളാഹുവാണ്. മനുഷ്യനെ തോന്നിയില്ല എന്ന് വിചാരിക്കും ഞാനൊന്ന് രേഖപ്പെടുന്നു. എല്ലാവരും ചിന്തിക്കുക നടക്കുന്നങ്ങ് നടന്നോട്ടെ, നമ്മളൊന്നും എഴുതി വെക്കണ്ട എന്ന് വിചാരിച്ചാൽ നമ്മുടെ പാസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. ഭൂതകാലം ഇല്ല, പക്ഷെ നമുക്കതെല്ലാം അറിയാം. ചരിത്രങ്ങൾ അറിയാം, രേഖപ്പെടുത്തി വെച്ചു. ആലിമീങ്ങൾ രേഖപ്പെടുത്തി. ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടു, വേദഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു, പ്രവാചകരുടെ വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു, ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. കവിതകളായും കാവ്യങ്ങളായും ശിലകളായും ശില്പങ്ങളായും ചിത്രങ്ങളായും കൊത്തുപണികളാലും മനുഷ്യൻ എഴുതാൻ പഠിച്ചു. മനുഷ്യനത് പഠിപ്പിച്ചത് അല്ലാഹുവാണ്. കാരണം മനുഷ്യന് വായിക്കണമെങ്കിൽ എഴുതപ്പെടണം, എഴുതപ്പെടണമെങ്കിൽ മനുഷ്യനെ എഴുതാൻ തോന്നിപ്പിക്കണം. അത് അല്ലാഹു ചെയ്ത പണിയാണ്. ആദ്യത്തെ 5 ആയത്തിനുള്ളിൽ ഇതെല്ലാം അല്ലാഹു പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഖുർആനിന്റെ വലിയൊരു അത്ഭുതം. ആദ്യത്തെ ആയത്ത് ഈ ലോകത്തേക്കുള്ളൊരു കണ്ണ് തുറക്കലാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യന് വിവരമില്ലാത്തതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. ഏത് സയന്റിസ്റ്റ് ആയിക്കോട്ടെ, മതവിശ്വാസിയാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, അല്ലാഹു ഹി taught man what he knew not. മനുഷ്യൻ അറിഞ്ഞിട്ടില്ലാത്തത് മുഴുവനും അവനെ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം അവന്റെ സൃഷ്ടികളിലൂടെ. ഇതാണ് അല്ലാഹുവിന്റെ ആഹ്വാനം. അതുകൊണ്ട് മനുഷ്യനെ പടച്ചത് അല്ലാഹുവാണ്, പ്രപഞ്ചത്തെ പടച്ചത് അല്ലാഹുവാണ്. പക്ഷെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ ദൈവ നിഷേധത്തിലേക്ക് വരരുത്. ബിസ്മി റബ്ബിക്, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നെ ആര് പടച്ചു? എൻ്റെ ഉമ്മയും ഉപ്പയും ആരാണ്? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, അച്ഛനാരാണ്, അമ്മ ആരാണ്? ഇതറിയാത്തതുപോലെയാണ് ഒരു മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനെ നിഷേധിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ വന്നു, അങ്ങനെയല്ലല്ലോ. നീയാണോ നിന്നെ പടച്ചത്? അല്ല. പിന്നെ ആര് നിന്നെ പടച്ചത്? നിന്റെ പിതാവാണോ നിന്നെ പടച്ചത്? അല്ല. നിന്റെ ജനനത്തിന്റെ കാരണക്കാരൻ പിതാവാ. ആരാ സൃഷ്ടിപ്പ് നടത്തി? ആര് നടത്തി? നിന്റെ ജെൻഡർ സൃഷ്ടി തീരുമാനിക്കാൻ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കും ആർക്ക് സാധിച്ചു? ഡോക്ടർക്ക് കഴിയോ നിന്റെ ജെൻഡർ തീരുമാനിക്കാൻ? ഏതെങ്കിലും സയന്റിസ്റ്റിന് കഴിയോ തീരുമാനിക്കാൻ? നിനക്ക് കഴിഞ്ഞോ? നിന്റെ ഉപ്പാക്ക് കഴിയോ? ഉമ്മാക്ക് കഴിയോ? ഇല്ല. ആരിതൊക്കെ ചെയ്തു? ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്, അട്ടയെപ്പോലെ തോന്നുന്ന ഒരു മാംസക്കട്ടയിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലൂടെ. മോറിസ് ബുഖായ് മുസ്ലിം ആവാനുണ്ടായ കാരണം ഈ ആയത്താണെന്ന് നമ്മൾ പലവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അലഖ് എന്ന് പറഞ്ഞ രക്തക്കട്ടയാണ്. രക്തക്കട്ട എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഏതാനും ദിവസങ്ങൾ പ്രായമായ ഒരു ഭ്രൂണത്തെ എടുത്തു നോക്കിയാൽ ഒരു അട്ടയെപ്പോലെ തോന്നുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കും. അട്ട പറ്റിപ്പിടിക്കുന്ന സാധനമാണ് അല്ലേ? ദേഹത്ത് കയറി കൂടിയാൽ പോലും അറിയില്ല. വയനാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും. മലകളും പർവ്വതങ്ങളും ഉള്ളിടത്തൊക്കെ ജീവിക്കുമ്പോൾ കൂടുതലായത് കാണാൻ പറ്റും. കാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ദേഹത്ത് കയറിയാൽ അറിയാൻ പറ്റില്ല. അതെന്ത് ചെയ്യും? ബ്ലഡ് സക്ക് ചെയ്തുകൊണ്ടിരിക്കും, രക്തം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കും. ഉമ്മയുടെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ആ നേർത്ത ഞരമ്പുകളിൽ നിന്നും രക്തം ഊറ്റിക്കുടിച്ചിട്ട് വേണം ഈ കുഞ്ഞിന് വളരാൻ. ഈ ചെറിയ സാധനം മോറിസ് ബുഖായ് ആ ഒരു ചെറിയ മാംസകഷ്ണത്തെ ലാബിലെടുത്ത് നോക്കുമ്പോഴാണ് അതും ഒരട്ടയുടെ രൂപവും ഒരുപോലെ. വിശുദ്ധ ഖുർആൻ മാംസപിണ്ഡം എന്ന് പറയാൻ ഉപയോഗിച്ചത് അട്ട എന്നർത്ഥം വരുന്ന അലഖ് എന്ന പ്രയോഗമാണ്. അലഖ് ഒട്ടിപ്പിടിക്കുന്നതാണ്. ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന ഈ ചെറിയ സാധനം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. അട്ട രക്തം കുടിക്കുന്നതാണ്. ഈ സാധനവും രക്തം കുടിക്കുന്നുണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന്. എന്നിട്ടാണ് വളരുന്നത്. ആ ഒരു രൂപസാദൃശ്യവും വിശുദ്ധ ഖുർആനിന്റെ ഈ പദത്തിന്റെ the choice of words, അള്ളാഹു ഉപയോഗിച്ച വാക്കുകളുടെ മഹാത്ഭുതം, അതിലൂടെയാണ് ഫ്രഞ്ചുകാരനായ മോറിസ് ബുഖായ് അള്ളാഹുവിനെ അറിയുന്നത്, മുസ്ലിമായിട്ട് ജീവിച്ചു മരിച്ചത്. മഹാത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ ലോകമുണ്ടായത്, ആരാ സൃഷ്ടിച്ചത് എന്ന ചോദ്യം മനുഷ്യന്റെ മുമ്പിൽ എന്നുമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹു ആദ്യമേ നൽകി. സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, പ്രപഞ്ചത്തെ മുഴുവൻ, നിന്നടക്കം. പക്ഷെ ഒന്നുകൂടെ പറഞ്ഞു ഖലഖൽ ഇൻസാന. പിന്നെ നിന്നെ ആര് പടച്ചു എന്ന ചോദ്യം വരും. അതും ഞാൻ തന്നെയാണ്. ഞാൻ പടച്ചത് അലഖിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് വലിയ സിദ്ധാന്തങ്ങൾ, ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം എന്ന ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തവും മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന ഈ പ്രപഞ്ചമുണ്ടായ ആശയവും, ഈ രണ്ട് സംഗതികൾക്കുള്ള മറുപടി വിശുദ്ധ ഖുർആൻ ആദ്യം ഇറക്കിയ ആദ്യത്തെ 5 ആയത്തുകളിലുണ്ട്. ഇനി അല്ലാഹു ഇവിടെ പറയുന്നത് നോക്കൂ. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ഈ പ്രപഞ്ചത്തെ ഞാൻ എങ്ങനെയാണ് പടച്ചതെന്നോ അവരെ തന്നെയും എങ്ങനെയാണ് പടച്ചതെന്നോ ഞാൻ അവരാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അത് എന്റെ അധികാരമാണ്. ഞാൻ അവരെ കാണിച്ചു കൊടുത്തിട്ടില്ല. അവർ ജനിക്കുന്നതിന്റെ മുമ്പുള്ള സംഗതിയാണത്. അവർ ജന്മമെടുക്കുന്നതിന്റെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തെ ഞാൻ പടച്ചു വെച്ചിട്ടുണ്ടാകും. അവരെങ്ങനെ ഇത് കണ്ടു? അതുകൊണ്ട് നബിയെ വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അദുദാ,
ആ ആയത്ത് വലിയ അത്ഭുതമാണ്. പ്രപഞ്ചത്തെ എങ്ങനെ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ചും മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും പിഴപ്പിക്കുന്ന ആശയങ്ങൾ വരാൻ പോകുന്നുണ്ട്. പിഴപ്പിക്കുന്ന ആശയങ്ങൾ. ചാൾസ് ഡാർവിന്റെ ഈ സിദ്ധാന്തം അങ്ങനെയാവാം, ബിഗ് ബാങ് തിയറി അങ്ങനെയാവാം. വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അദുദാ, ഈ വിഷയങ്ങളിൽ പിഴപ്പിക്കാൻ വരുന്നവരുടെ മാർഗം ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കു നബിയേ. ഈ രണ്ട് വിഷയങ്ങളിലാണ് ഈ സിദ്ധാന്തങ്ങൾ വന്നത്. ഒന്ന് മനുഷ്യ സൃഷ്ടിപ്പ്, പ്രപഞ്ച സൃഷ്ടിപ്പ്. ഇതിൽ മനുഷ്യനെ പിഴപ്പിക്കുന്ന ആശയങ്ങൾ വരാൻ പോകുന്നുണ്ട്. അത് പിൽക്കാലത്ത് വന്നതാണ്. നിങ്ങൾ ആ ആശയം സ്വീകരിക്കല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്തു. ദൈവനിഷേധത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ ഒരു സിദ്ധാന്തം വരുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നു. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ചും രണ്ടും വന്നു. ഇപ്പോൾ രണ്ട് സിദ്ധാന്തവും നിലവിൽ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. അദുദ് എന്ന് പറഞ്ഞാൽ കരുത്ത്, ശക്തി എന്നാണ്. വമാ കുൻതു, ഞാൻ ആവുകയില്ല, ഞാൻ ആയിട്ടില്ല. മുത്തഖിദൽ മുദില്ലീന, പിഴപ്പിക്കുന്ന ആളുകളെ അദുദൻ, എനിക്ക് ശക്തി പകരുന്നവരായി, ആ സിദ്ധാന്തം ശക്തിപ്പെടുത്തുന്നവരായി, ആ സിദ്ധാന്തം അംഗീകരിക്കുന്നവനായി ഞാൻ ആവുകയില്ല എന്ന് പറയൂ നബിയെ. മുസ്ലിമീങ്ങളോടും വിശ്വാസികളോടുമുള്ള അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. ഈ രണ്ട് സിദ്ധാന്തങ്ങളിലും മനുഷ്യനെ പിഴപ്പിക്കുന്ന ആശയങ്ങൾ വരും. അത് രണ്ടും നമ്മുടെ മുമ്പിൽ കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിപ്പ് മനുഷ്യന് അത്ഭുതമുള്ള സംഗതിയാണ്. എങ്ങനെയാണ് ആകാശങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് ഈ നക്ഷത്ര ലോകങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് മനുഷ്യൻ തന്നെ പടക്കപ്പെട്ടത്, ഇതെല്ലാം അള്ളാഹു വ്യാഖ്യാനിച്ചു തന്നു, വിശദീകരിച്ചു തന്നു. മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഇതിൽ പിഴപ്പിക്കുന്നവർ വരാൻ പോകുന്നുണ്ട്. നിങ്ങളാരും അവർക്ക് ശക്തി പകരല്ലേ എന്ന അള്ളാഹുവിന്റെ ഒരു ആഹ്വാനവും. ആധുനിക ആലിമീങ്ങൾ, ഇന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ സമകാലികരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് ഖുർആനിന്റെ വലിയൊരു അത്ഭുതങ്ങളിൽപ്പെട്ട ആയത്താണ്. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തവും ബിഗ് ബാങ് തിയറിയുടെയും മറവിൽ യുക്തിവാദം ലോകത്ത് വരാൻ പോകുന്നുണ്ട് എന്നൊരു സൂചന അള്ളാഹു ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا ويوم يقول, വിളിച്ചു പറയുന്നൊരു ദിവസം വരും. അല്ലാഹു പറയും, നാദൂ ശുറകാഇയല്ലദീന സഅംതും, ഏകനായ അല്ലാഹുവെ വിശ്വസിക്കേണ്ടതിന് പകരം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം നടത്തിയവൻ ഒരേ ഒരുത്തനാണെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം ശുറകാഇയ, എൻ്റെ കൂടെ പങ്കുകാരെ കൊണ്ടു നടന്നവർ, എൻ്റെ കൂടെ മറ്റു ദൈവങ്ങളെ കൊണ്ടു നടന്നവർ, ഞാനല്ലാതെ വേറെയും ദൈവങ്ങൾ ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് വിശ്വസിച്ചവർ, ബഹുദൈവ വിശ്വാസം കൊണ്ടു നടന്നവരോട് അല്ലാഹു വിളിച്ചു പറയും, നാദൂ ശുറകാഇയല്ലദീന സഅംതും, നിങ്ങൾ വാദിച്ചിരുന്ന ആളുകൾ, പ്രപഞ്ച സൃഷ്ടിപ്പ് എങ്ങനെയാണ് ഒറ്റക്ക് അല്ലാഹു സർവേശ്വരനായ ഒരുത്തൻ എങ്ങനെയാണ് നടത്തുന്നത്, വേറെയും ദൈവങ്ങൾ വേണമല്ലോ എന്ന് പരദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ, നിങ്ങളുടെ ദൈവങ്ങളൊക്കെ എവിടെ? ഫദഊഹും, അവരൊക്കെ അവരെ വിളിച്ചു നോക്കും. ദൈവങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ടല്ലോ. ബഹുദൈവ വിശ്വാസം കൊണ്ട് നടക്കുന്ന സമൂഹങ്ങളിൽ, ആചാരങ്ങളിൽ, അവരുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങളിൽ ദൈവങ്ങൾക്ക് പേരുകളുണ്ട്. ഫദഊഹും, പേരുകളൊക്കെ വിളിച്ചു. ഫലം യസ്തജീബൂ ലഹും, നാളെ പരലോകത്ത് അവരാരും ഉത്തരം കൊടുക്കാൻ പോകുന്നില്ല.
വജഅൽനാ ബൈനഹും മൗബിഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരദൈവങ്ങളിൽ വിശ്വസിച്ച വിശ്വാസികൾക്കിടയിലും അവർ ഏതൊന്നിനെ വിശ്വസിച്ചുവോ ആ ദൈവങ്ങൾക്കിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബാരിയർ വെച്ചിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഇടപെടാൻ കഴിയാത്ത വിധം, നാളെ പരലോകത്ത് ഒരു സഹായവും ചെയ്യാൻ കഴിയാത്ത വിധം നാളെ അവർ കൈമലർത്തും. പ്രപഞ്ച സൃഷ്ടിപ്പുണ്ടായി, ദൈവമുണ്ട് എന്ന് പറയുകയും എന്നാൽ സൃഷ്ടി നടത്താൻ വേറെ ദൈവമാണെന്നും സംഹരിക്കാൻ വേറെ ദൈവമാണെന്നോ, ജനിപ്പിക്കാൻ വേറെ ദൈവം, മരിപ്പിക്കാൻ വേറെ ദൈവം, അങ്ങനെ വിവിധങ്ങളായ ദൈവങ്ങൾ വെച്ച് കൂട്ടിയവരെവിടെ? എവിടെയാണ് ആ ദൈവങ്ങളൊക്കെ? അവരാരും നാളെ ഉത്തരം കൊടുക്കാൻ പോകുന്നില്ല. കാരണം സർവശക്തനായ ഒരാളെ പ്രപഞ്ചത്തിന് പാടുള്ളൂ. ഒരു ചെറിയ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ഇപ്പോൾ പല ആളുകൾക്കും ലോകത്ത് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ നടന്ന ഏറ്റവും വലിയ ഗൂഗിൾ സെർച്ച് ഹൂ ഈസ് ഗോഡ് എന്നാണത്രേ. 2014-15 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് നടന്നത് ഹൂ ഈസ് ഗോഡ്, ആരാണ് ദൈവം എന്ന ചർച്ചയാണ്. എത്രയോ ആളുകൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈസ്റ്റേൺ രാജ്യങ്ങളിലായിരിക്കണമെന്നില്ല, വെസ്റ്റേൺ രാജ്യങ്ങളിലായിരിക്കും ഈ സെർച്ച് കൂടുതൽ നടന്നിട്ടുണ്ടാവുക. കാരണം എത്രയോ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളാണ് ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു തമാശയിലുള്ള ഒരു കവിതയുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത്, പടച്ചതമ്പുരാൻ കിഴക്കും പടിഞ്ഞാറും സൃഷ്ടിച്ചപ്പോ പിശാച് പറഞ്ഞു ഞാൻ പടിഞ്ഞാറ് എടുത്തേക്കാം. അപ്പോൾ പടച്ചവൻ പറഞ്ഞു ഞാൻ കിഴക്കെടുക്കുകയാണ്. തമാശ പറഞ്ഞു, സർക്കാസ്റ്റിക്കലി. അദ്ദേഹത്തിന് അങ്ങനെ അത് ലിറ്ററലി അതിനെടുത്തുകൂടാ. അപ്പോൾ ദൈവവിശ്വാസം ഈസ്റ്റേൺ രാജ്യങ്ങളിൽ കൂടുതൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരുപാട് ഇല്ലാതെയായി കഴിഞ്ഞു. ഇനി വെസ്റ്റേൺസ് മതങ്ങളിലേക്കുള്ള തിരിച്ചുവരവിന്റെ സമയമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലൊക്കെ ആൾ ദൈവങ്ങളുടെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് കൂടുതലും വെസ്റ്റേൺസ് ആണ്. ഇന്ത്യക്കാരിലേറെ ഉപരി ആൾ ദൈവങ്ങളുടെ പിന്നാലെ കൂടുന്നതും അവരുടെ കൂടെ കഴിയുന്നതും അവരുടെ സേവകരായി ജോലി ചെയ്യുന്നതും എത്രയോ പടിഞ്ഞാറുകാരാണ്. അവരാണ് വരുന്നത്. കാരണം തികഞ്ഞ മെറ്റീരിയലിസത്തിൽ ജീവിച്ചവരാണ്. മെറ്റീരിയലിസം എന്നല്ലാതെ ഒരു തരം സ്പിരിച്വാലിറ്റി എന്താണെന്ന് പോലും അറിയാത്ത പരമമായ ഐഹികമായ വിശ്വാസങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇനി സ്പിരിച്വാലിറ്റിയിലേക്കുള്ള നടത്തത്തിന്റെ സമയമാണ്, ആത്മീയതയിലേക്കുള്ള നടത്തമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓസ്ട്രേലിയക്കാരനായൊരു സുഹൃത്ത് ഹൂ ഈസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവരൊക്കെ റാഷണലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ, യുക്തിപരമായി ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാ. ഉമ്മ പടച്ചോനോടൊന്ന് ഉണ്ടായത്, അത് മുമ്പേ ഉണ്ട് പടച്ചോനെ മോനെ. അപ്പോൾ ആ പടച്ചോനാരാ പഠിച്ചത് ഉമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മാക്ക് അതിന് മറുപടിയില്ല. ആരും പഠിച്ചതല്ലോ മോനെ, അള്ളാഹു പണ്ടേ ഉള്ളവനാണ്, അസലിയാൻ അബദിയുമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അതൊരു കുട്ടിക്ക് മനസ്സിലാവണില്ല. എങ്ങനെയാണ് അള്ളാഹു എങ്ങനെ ഒറ്റക്ക് ഉണ്ടാവേ എന്നൊക്കെയുള്ള യുക്തിപരമായ ചോദ്യങ്ങൾ സ്വാഭാവികം നമ്മുടെ കുട്ടികൾ ചോദിക്കും. അതവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അവരെന്ത് ചെയ്യരുത്, നിരുത്സാഹപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യല്ല. യുക്തമായ മറുപടി കൊടുക്കാൻ കഴിയണം. ഇംഗ്ലീഷൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു ഡോക്യുമെന്ററി നന്നായിരിക്കും. ഒരു ഓസ്ട്രേലിയക്കാരനായ ചെറുപ്പക്കാരൻ, അദ്ദേഹം വളരെ ലോജിക്കലി ആ വിഷയം ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ കാണാം. ഹൂ ഈസ് ഗോഡ് എന്നായിരിക്കണമെന്ന് യൂട്യൂബിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഇസ്ലാമിക് ഈവന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇസ്ലാമിക് ഈവന്റ്. അതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൂ ഈസ് ഗോഡ് എന്ന് ചെയ്താൽ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വിവിധങ്ങളായ തെളിവുകളിലൂടെ വളരെ സംക്ഷിപ്തമായി ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വിശുദ്ധമായ ഖുർആനിൻ്റെയും അള്ളാഹുവിൻ്റെയും അസ്തിത്വത്തെ, അതിൻ്റെ ഖുർആനിൻ്റെ മഹാത്ഭുതത്തെ, മനുഷ്യ ജീവിതത്തിൻ്റെ എന്തിനിവിടെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം സംക്ഷിപ്തമായി എല്ലാ യുക്തിവാദിക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ജസാഹുല്ലാഹു. അതൊക്കെ വലിയ സേവനമാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സർവശക്തൻ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം ഇന്ന് യുക്തിവാദത്തിന്റെ ലോകമാണ്. കാര്യങ്ങൾ യുക്തമായും അത് ലോജിക്കലിയും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ അവിശ്വസിച്ചു പോയേക്കും. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക തന്നെ ചെയ്യും.
അതുകൊണ്ട് അല്ലാഹു ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഇതാണ് സത്യം. വേണ്ടവർ വിശ്വസിക്കാം, വേണ്ടവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞു തന്നു, ഞാൻ അറിയിച്ചു തന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഞാൻ തന്നു. എന്റെ പ്രവാചകനെ പറഞ്ഞയച്ചു, എന്റെ ഖുർആൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാം, ഞാനത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, ഇസ്ലാമിൽ നിർബന്ധിതം മതപരിവർത്തനമോ ഇസ്ലാമിലേക്ക് നിർബന്ധിക്കുകയോ വേണ്ട. ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, ഏതാണ് സത്യമെന്നും ഏതാണ് അസത്യമെന്നും വ്യക്തമായിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. ആ ആയത്ത് വന്നത് എവിടെയാണെന്നറിയോ? ആയത്തെ കുറിച്ച് കഴിഞ്ഞിട്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തിൽ കുറിച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്താണ് ഈ വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇങ്ങനെ തന്നെയല്ലേ? ഒന്ന് നോക്കി. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി തന്നിട്ട് ഇനി ആരെ നിർബന്ധിക്കണ്ട. ആ ഒരൊറ്റ ആയത്തിൽ, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ അഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ, ദി ഗ്രേറ്റസ്റ്റ് ആയ ഇൻ ദി ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത്, 9 സെന്റൻസുകളുള്ള അത്ഭുതകരമായ സ്ട്രക്ചറുള്ള ആയത്തുൽ കുർസി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയാണ്? അല്ലാഹുവിന്റെ അർശ് പറഞ്ഞു, കുർസി പറഞ്ഞു, ഈ പ്രപഞ്ചം പറഞ്ഞു, അതിന്റെ സൃഷ്ടിപ്പ് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷണം പറഞ്ഞു. അല്ലാഹുവിന്റെ മഹത്വവും അല്ലാഹുവിനെ മനസ്സിലാവുന്ന റബ്ബിന്റെ 99 നാമങ്ങളിലെ അല്ലാഹുവിന്റെ 4 ഇസ്മുകളും വെച്ചതിന് ശേഷമാണ് അല്ലാഹു ലാ ഇക്റാഹ ഫിദ്ദീൻ. കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് വേണ്ടവർ സ്വീകരിച്ചോട്ടെ, ആരെയും നിർബന്ധിക്കേണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ നിർബന്ധിക്കലില്ല. ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, ഏതാണ് സത്യമെന്നും ഏതാണ് അസത്യമെന്നും വ്യക്തമാണല്ലോ, ആരെയും നിർബന്ധിക്കേണ്ടതില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആകാശലോകത്തെ സംബന്ധിച്ച്. എത്രയാണ് അല്ലാഹു ആകാശലോകത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. സൂറത്തുൽ അംബിയ 30-ാമത്തെ ആയത്ത്. അവലം യറല്ലദീന കഫറൂ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്നവർ കാണുന്നില്ലയോ? അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖാ, ആകാശഭൂമികൾ പ്രപഞ്ചമൊന്നാകെ എല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു. റത്ഖൻ ഫഫതഖ്നാഹുമാ, നാമാണ് ആകാശലോകങ്ങളെ വേർപിരിച്ചത്. ഇതെല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു. മഹാവിസ്ഫോടനം എന്ന് പറയുന്ന സംഭവത്തെ വിശുദ്ധ ഖുർആൻ തള്ളിക്കളയുകയല്ല. അള്ളാഹു ഒരു ആശയം ഖുർആനിൽ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ആകാശലോകങ്ങളെല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു, അള്ളാഹുവാണ് അതിനെ പിളർത്തിയത്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എല്ലാ ജീവനുള്ളതിന്റെയും അടിസ്ഥാനം ജലമാണ് എന്ന് അല്ലാഹു തആല പറയും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ അർശ് കാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അല്ലാഹുവിന്റെ അർശ്, പ്രപഞ്ചത്തെക്കാളും ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള അർശ് അന്നുമുണ്ട്. പ്രപഞ്ചത്തെ പടക്കുന്നതിന്റെ മുമ്പ് അർശുണ്ട്. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് ജലത്തിന്റെ മീതെയായിരുന്നു. ഏത് ലോകത്താണ് ആ ജലം നമുക്കറിയില്ല. അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം, അല്ലാഹു പേനയാണ് പടച്ചത്. പക്ഷേ പേന പടക്കുന്നതിന്റെ മുമ്പുള്ള ആദ്യത്തെ സൃഷ്ടിപ്പ് തന്നെ അർശും വെള്ളവുമാണ്. ജലവും അല്ലാഹുവിന്റെ അധികാരത്തിന്റെ സിംബലായ അർശും, ഇത് രണ്ടും പേനയെ പടക്കും മുമ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാന്തരമായിട്ട് തന്നെ ആദ്യം സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളിൽ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാനും കഴിയും. ഇത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ളതും വെള്ളത്തിൽ നിന്ന് പടച്ചു അല്ലാഹു തആല. ഈ പ്രപഞ്ചം കൂടിച്ചേർന്നതായിരുന്നു, നാമാണ് പിളർത്തിയത്. ബിഗ് ബാങ് തിയറി പറയുന്ന സംഗതിയും അത് തന്നെയാണ്. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഇത് പൊട്ടിത്തെറിച്ചു. നമ്മൾ ചോദിക്കുന്നു, ആ പ്രത്യേകമായ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവണമെങ്കിൽ ഒരു സാധനം വേണ്ടേ? ഇതാരുണ്ടാക്കി എന്നൊരു മറുപടി ഇതാ: അള്ളാഹു പ്രപഞ്ചത്തിന് ആവശ്യമില്ല, ദൈവം ആവശ്യമില്ല, ഇത് മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായി എന്ന് പറയുന്നു. ശരി ശരി ശരി, ഞങ്ങൾ കേട്ടു. പക്ഷേ ആ പൊട്ടിത്തെറിക്കാൻ ആസ്പദമായ സംഗതി എവിടെ നിന്ന് വന്നു? അതാരുണ്ടാക്കി? ഇതിന് സയൻസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല.
അതിന്റെ മറുപടിയാണ് അല്ലാഹു അല്ലദീ ഖലഖ, സൃഷ്ടിപ്പ് നടത്തിയത് അല്ലാഹുവാണ്. ഇല്ലായ്മയിൽ നിന്നും ഉണ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവൻ സ്രഷ്ടാവായ അല്ലാഹുവാണ്. ആ റബ്ബിനെ അറിയാനാണ് ഈ പ്രപഞ്ചം അവൻ പടച്ചത്. അല്ലാഹു തന്നെ പറഞ്ഞുവല്ലോ ഖുദ്സിയായ ഹദീസ്, കുൻതു കൻസൻ മഖ്ഫിയൻ, ആരാലും അറിയപ്പെടാത്ത ഒരു നിധിയായിരുന്നു ഞാൻ. ഫഅഹ്ബബ്തു അൻ ഉറഫ, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ കൊതിച്ചു. ഫഖലഖതുൽ ഖലായിഖ്, അങ്ങനെയാണ് ഞാൻ എൻ്റെ സൃഷ്ടിപ്പ് മുഴുവനും നടത്തിയത്. പ്രപഞ്ചം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഗോളങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടായത് അങ്ങനെയാണ്. ഗാലക്സികൾ ഉണ്ടായത് അങ്ങനെയാണ്. നമ്മുടെ മിൽക്കി വേ ഉണ്ടായത് അങ്ങനെയാണ്. സൗര പ്രപഞ്ചം ഉണ്ടായത് അങ്ങനെയാണ്. ഭൂമി ഉണ്ടാക്കിയത് അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൊച്ചു കോശം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. കോശത്തിനുള്ളിലെ ന്യൂക്ലിയസ് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിലെ കോർക്കുകൾ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാരും അറിയപ്പെടാതെ കിടക്കുന്ന അല്ലാഹുവിൻ്റെ ഉണ്മയെ അഹ്ബബ്തു അൻ ഉറഫ, ഞാൻ അറിയപ്പെടണമെന്ന് എനിക്കൊരു ഹുബ്ബ് വന്നു, എനിക്കൊരു ഇഷ്ടം വന്നു. ആ ഹുബ്ബിൽ നിന്നാണ് അല്ലാഹു പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. എങ്ങനെ? ആ അറിയപ്പെടാൻ നമുക്ക് ബുദ്ധി തന്നു. മനുഷ്യ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനാണ്. ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പടച്ചു എന്നാ ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി. പട്ടിയെ കൊല്ലണോ മനുഷ്യനെ കൊല്ലണോ എന്നൊക്കെ അല്ല ചർച്ചയാണ് നാട്ടിലൊക്കെ നടക്കാറുള്ളത്, അല്ലേ? ഒരു ബസ് കുത്തിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും, അല്ലേ? ആൾക്കൂട്ടത്തിലേക്ക് ബസ് കൊണ്ടുപോയി കുത്തിച്ചു, നായ്ക്കൂട്ടപ്പുറത്തുണ്ട്, നായ്ക്കൂട്ടത്തേക്ക് പോയാൽ പിന്നെ കേസാവൂലേ, മനുഷ്യന്മാരെ കൊന്ന വലിയ പണിയില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ സംവിധാനം മനുഷ്യന് അനുകൂലമായാണ് പ്രപഞ്ചം. മനുഷ്യന്റെ നിലനിൽപ്പിന് എന്തെല്ലാം ഭീഷണിയുണ്ടോ ആ ഭീഷണിയെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യന്റെ അസ്തിത്വം സ്ഥാപിക്കലാണ് പ്രപഞ്ചത്തിൽ ചെയ്യേണ്ടത്. മനുഷ്യന് വേണ്ടിയാണ് പ്രപഞ്ചം ഇതാര് പറയണം? സൃഷ്ടിച്ചവൻ പറയണം. മനുഷ്യനായിട്ട് നിയമമുണ്ടാക്കാൻ വന്നാൽ ഇവിടെ നായ ജീവിക്കണോ മനുഷ്യൻ ജീവിക്കണോ ഡിബേറ്റുകളാണ്, ഖിയാമത്ത് നാൾ വരെ തീരൂല. പക്ഷേ ഈ പടച്ചവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പഠിച്ചത്. നിങ്ങൾക്ക് ബുദ്ധി തന്നു, ബ്രെയിൻ തന്നു. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ അള്ളാഹുവിന്റെ പ്രോഗ്രാമിംഗ് നമ്മുടെ തലച്ചോറിൽ കാണാൻ കഴിയും. സങ്കീർണമാണ്. ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈൽ ഫോണോ ഒന്നും നമ്മുടെ ബുദ്ധിയോടൊപ്പം എത്തുകയില്ല. അത്രയും അത്ഭുതകരമായ ഇലക്ട്രിക് സിഗ്നലുകൾ നമ്മുടെ ബുദ്ധിയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മില്യൺ കണക്കിന് ആശയങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ലൈബ്രറിയാണ് നമ്മുടെ തലച്ചോറ് കിടക്കുന്നത്. എത്രയോ വികാരങ്ങൾ, വിക്ഷോഭങ്ങൾ, നമ്മുടെ സങ്കടവും ദുഃഖവും. നമ്മുടെ ശരീരം ഉറങ്ങുകയാണെങ്കിൽ പോലും നിരന്തരമായി ഹൃദയത്തോട് നീ മിടിക്കുകയെന്നും കരളിനോട് പ്രവർത്തിക്കുകയെന്നും ചോരയോട്ടം നടക്കട്ടെ എന്നും നമ്മുടെ ചെവിയോട് കണ്ണിനോട് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും തലച്ചോർ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റൂല. ആ ഒരു സംവിധാനത്തിലൂടെ മനുഷ്യന് തലച്ചോറ് കൊടുത്ത് എന്തിനാണെന്നറിയോ? അഹ്ബബ്തു അൻ ഉറഫ, ഞാൻ ആരാണെന്ന് അവരറിയണം, അതിനുവേണ്ടി ഞാൻ അവരെ പടച്ചു, ഈ പ്രപഞ്ചം ഞാൻ പടച്ചു. അള്ളാഹുവിന്റെ ആ ഒരു ഹുബ്ബിൽ നിന്നാണ് സൃഷ്ടിപ്പുണ്ടായത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാവിസ്ഫോടനം തെറ്റാണ് എന്നല്ല നമ്മൾ പറയുന്നത്, ആവാം ആവാതിരിക്കാം. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സയൻസ് നാളൊരു പക്ഷേ മഹാവിസ്ഫോടനം തെറ്റാണെന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. ആ സിദ്ധാന്തത്തിന്റെ കൗണ്ടർ ആർഗ്യുമെന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി 2 പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ ബിഗ് ബാങ്ങിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ കലാമിൽ ഇങ്ങനൊരു ആശയമുണ്ട്. മനുഷ്യൻ കണ്ടെത്തുന്നതും അള്ളാഹുവിന്റെ വചനവും യോജിച്ചു വന്നാൽ മനുഷ്യന്റെ ആ കണ്ടെത്തൽ വിശുദ്ധ ഖുർആന്റെ ഒരു വ്യാഖ്യാനമായി നമ്മൾ മനസ്സിലാക്കും. മനുഷ്യന്റെ കണ്ടെത്തൽ ഖുർആനിന് വിരുദ്ധമാണെങ്കിൽ ഖുർആനിന്റെ ആശയം മനുഷ്യൻ ഇതുവരെ ബോധ്യപ്പെട്ടില്ല, എന്നാൽ അത് അള്ളാഹു മനുഷ്യന് ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത് അൾട്ടിമേറ്റ് ട്രൂത്ത് വിശുദ്ധ ഖുർആനായിരിക്കും. ഇതാണ് ഒരു മുസ്ലിമിന്റെ കാഴ്ചപ്പാട്. സൂറത്തുൽ അംബിയാഇന്റെ ആശയത്തെ മഹാനായ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവ് സ്വഹാബിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ വ്യാഖ്യാനിച്ചത് കാനത മുത്തസിലതൈനി, ആകാശങ്ങളും ഭൂമിയും ഒരുമിച്ചായിരുന്നു, മുൽതസിഖതൈനി, ഒട്ടിച്ചേർന്നവയായിരുന്നു, ഫഫുസില ഹാദാ അൻ ഹാദാ, ഒന്ന് മറ്റൊന്നിനെ വേർപെടുത്തപ്പെടുകയാണ് ഉണ്ടായത്. മഹാവിസ്ഫോടനം ആണ് ഇതിന്റെ ആശയം എന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് മഹാവിസ്ഫോടനത്തെ എതിർക്കുകയല്ല, ആ സംഭവം ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് മനുഷ്യൻ അംഗീകരിക്കണം. അതാണ് അല്ലാഹു തആല പറയുന്നത്.
അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, നിങ്ങളാണോ അശദ്ദു ഖൽഖൻ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ വലിയ കരുത്തുള്ള സൃഷ്ടിപ്പ് നിങ്ങളാണോ? നിങ്ങൾ എന്താണ്? അമിസ്സമാ, ആകാശമാണോ നിങ്ങളാണോ ഏറ്റവും കരുത്തുള്ള സൃഷ്ടിപ്പ്? എന്ത് ആകാശത്തിലേക്ക് നോക്കിയാൽ രണ്ട് കാലിൽ നടക്കുന്ന ഈ മനുഷ്യൻ എന്ത്? നമ്മളൊന്നുമല്ലല്ലോ. അഅൻതും അശദ്ദു ഖൽഖൻ, അള്ളാഹുവിന് നിങ്ങളെ മരണത്തിന് ശേഷം നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തെ അവൻ നശിപ്പിക്കുകയും എന്നിട്ട് ഈ ലോകത്തെ സർവ്വ കർമ്മങ്ങൾക്കുമുള്ള പ്രതിഫലമായി വിചാരണയ്ക്ക് വേണ്ടി നാളെ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അള്ളാഹ്ക്ക് നാളെ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നിങ്ങളെ പടച്ചതാണോ വലിയ കാര്യം? അമിസ്സമാ, അതല്ല നിങ്ങൾക്ക് മീതെ നിൽക്കുന്ന കോടാനുകോടി ഈ കോടാനുകോടി നക്ഷത്രങ്ങൾ കാണുന്ന അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ, ഇവയെല്ലാം ഗുരുത്വാകർഷണ ബലം കൊണ്ട് പരസ്പരം കൂട്ടിമുട്ടാതെ കൃത്യമായ റൂട്ടിൽ നിരന്തരം കഅബക്ക് ചുറ്റും ഒരു മുഅ്മിനായ മനുഷ്യൻ തവാഫ് ചെയ്യുന്ന പോലെ ഇടത്തു നിന്ന് വലത്തോട്ട് എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ നക്ഷത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകമാണോ? അതല്ല ഒരു 50, 100, 150 കിലോഗ്രാം ഭാരമുള്ള നീയാണോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വലുത് എന്ന് അള്ളാഹു ചോദിച്ചു. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങൾ അവിടെ കിടക്കുന്നു, ആകാശം അവിടെ കിടക്കുന്നു. ബനാഹ, അള്ളാഹു ആണല്ലോ ആകാശ ലോകത്തെ പടച്ചത്, അവനാണ് ഇതൊക്കെ പടച്ചത്. അവയ്ക്കൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് അവ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അത്ഭുതപ്പെടേണ്ട, അവകൾക്കൊക്കെ ദൗത്യമുണ്ട്, ഡ്യൂട്ടിയുണ്ട്, അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഫഅ സംകഹാ ഫസവ്വാഹാ, ആകാശത്തിന്റെ എടുപ്പ്, അതിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു വളരെ കരുത്തുറ്റാക്കുകയും ഉയർത്തിവെക്കുകയും വളരെ പ്രൊപ്പോർഷണലായി സംവിധാനിക്കുകയും ചെയ്തു. അല്ലാഹു തആല സവ്വാഹ, വളരെ പ്രൊപ്പോർഷണലാണ്, ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം കൃത്യമാണ്. നമ്മുടെ ഭൂമി ഇന്നുള്ള ദൂരത്തെക്കാളും സൂര്യനോട് ഒരൽപ്പം കൂടെ അടുത്തിരുന്നെങ്കിൽ ചൂട് കൊണ്ട് ഇവിടെ എല്ലാം കരിഞ്ഞു പോയേനെ. ഒരൽപ്പം ഭൂമി സൂര്യനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ഒന്നാകെ ഐസ് വീണ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേനെ. എന്നാൽ ചൂട്, തണുപ്പ്, മഴ, ഹേമന്തകാലം, വർഷക്കാലം, വേനൽക്കാലം, ചൂടുകാലം, ഇങ്ങനെ ഓരോരോ കാലാവസ്ഥകൾ മാറി മാറി വരുന്ന വിധത്തിൽ സൂര്യന് ആനുപാതികമായി ഭൂമിയെ അള്ളാഹു കറക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാത്ഭുതം, ഇതൊക്കെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയോ? നേരം വെളുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമല്ലേ? സൂര്യൻ ഉദിക്കുന്നത് മഹാത്ഭുതം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നാളെ നേരം വെളുക്കും എന്നുള്ള പ്രതീക്ഷയിൽ, നാളെ നേരം വെളുത്തില്ല എന്ന് വിചാരിക്കുക. ആർക്ക് ഫോൺ വിളിക്കും? ഏത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും? ആർക്കിത് കൊണ്ടുവരാൻ കഴിയും? മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിടെ രാത്രി എന്ന് തീരുമാനിച്ച് വിചാരിക്കുക, അള്ളാഹുവിന് പകലെന്നെ മതി, രാവ് വേണ്ട. മൻ ഇലാഹിൻ ഗൈറുല്ലാഹ് യഅതീകും ബിദിയാഹ്, നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് പകരം വെളിച്ചം കൊണ്ടുവരാൻ അള്ളാഹുവിനല്ലാതെ ആർക്ക് കഴിയും? റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. അഗ്തശ ലൈലഹാ, ഈ അല്ലാഹു തആല രാവിനെ ഇരുൾമുറ്റതാക്കുകയും നിങ്ങൾക്ക് മറയായിട്ട് തരികയും രാവിനെ മറയായിട്ട് തന്നു. വഅഖ്റജ ദുഹാഹാ, ആ പകലിനെ നിങ്ങൾക്ക് തുറന്നു തരികയും ചെയ്തവനായ അല്ലാഹു. വെളിച്ചം, സൂര്യപ്രകാശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ അൽ ഗിലാഫുൽ ജവ്വി എന്ന് പറയും, നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന്റെ ഒരു ലെയറുണ്ട്. ആ ഒരു ആവരണത്തിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം വരുമ്പോൾ മാത്രമേ പകലും രാത്രിയും അനുഭവപ്പെടുന്നുള്ളൂ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ. നമ്മുടെ ഭൂമിക്ക് പുറത്ത് ഇരുട്ടോട് ഇരുട്ട് മാത്രമാണ്. ഓരോ നക്ഷത്രവും നമ്മൾ കാണുന്നില്ലേ? ആ നക്ഷത്രത്തിനൊക്കെ സൂര്യനെ പോലെ കത്തുന്ന നക്ഷത്രങ്ങളാണ്. പക്ഷെ നമ്മുടെ ഭൂമിയിലേക്ക് ഇടപെടാനുള്ള ദൂരത്തിലല്ല അള്ളാഹു വെച്ചിട്ടുള്ളത്. നക്ഷത്രങ്ങളുടെ ആ ഒരു വെളിച്ചം നമുക്ക് പകലായിട്ട് വരുന്നില്ല. നമുക്ക് സൂര്യൻ എന്ന നക്ഷത്രത്തിന്റെ വെളിച്ചമാണ് പകലായിട്ട് വരുന്നത്. എന്നാൽ ഭൂമിയുടെ പുറത്തു നോക്കിയപ്പോൾ സയന്റിസ്റ്റുകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയത്, യാ അല്ലാഹ്, സൂര്യപ്രകാശം കാണുന്നേ ഇല്ല. ഭൂമിക്ക് പുറത്ത് എപ്പോഴും ഇരുട്ടാണ്, ഫുൾ ടൈം ഇരുട്ടാണ്, വെളിച്ചം കാണുന്നില്ല. നക്ഷത്രങ്ങൾ മിന്നുന്ന വെളിച്ചമല്ലാതെ ഈ സൂര്യന്റെ മഹാവെളിച്ചം ഭൂമിയുടെ ആവരണത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് പകല് കാണുന്നു, നമുക്ക് ഇരുട്ടുണ്ടാകുന്നു, വെളിച്ചമുണ്ടാകുന്നു. പക്ഷെ ഭൂമിയുടെ പുറത്ത് എപ്പോഴും ഡാർക്ക്നെസ് ആണ്. സുബ്ഹാനല്ലാഹ്. അഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. ഇതൊക്കെ ചെയ്തത് അല്ലാഹുവല്ലേ? നിങ്ങൾ ആ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണോ? വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ.
വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ഓസ്ട്രിയക്കാരനായ ഒരു പണ്ഡിതനാണ്, ഒരു ഫിസിസിസ്റ്റാണ് സത്യത്തിൽ ഈ ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടെത്തിയത്. ഓസ്ട്രിയക്കാരനാണ്, ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. ക്രിസ്ത്യൻ ഡോബ്ലർ, അദ്ദേഹത്തിന്റെ പേരങ്ങനെയാണ്, ക്രിസ്ത്യൻ ഡോബ്ലർ. അദ്ദേഹമാണ് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്യം കണ്ടെത്തുന്നത്. ഈ ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഈ സംവിധാനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉള്ളോട്ട് മേലോട്ട് മേലോട്ട് ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു നക്ഷത്രം മറ്റൊന്നിൽ അകലുക, ഒന്ന് മറ്റൊന്നിലുള്ള ദൂരം കോടിക്കണക്കിന് പ്രകാശവർഷങ്ങളായിരിക്കും ചിലപ്പോൾ. പക്ഷെ അവകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു ബോർഡർ വേണ്ടേ? നമ്മൾ ഈ ഹാളിന്റെ സെൻട്രലിൽ നിന്ന് നമ്മളൊരു 10 ആളുകൾ വട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ വികസിച്ച് അവസാനം ചുമലിൽ തട്ടി നിൽക്കൂലേ? പക്ഷെ പ്രപഞ്ചത്തിൽ അങ്ങനെ നിൽക്കുന്നില്ല. നക്ഷത്രങ്ങൾ വികസിച്ചുകൊണ്ടേ പോവാണ്. അള്ളാഹു ഈ ആശയം സൂറത്ത് ദാരിയാത്തിൽ പറഞ്ഞു, 21-ാം നൂറ്റാണ്ടുകാരന്റെ കണ്ണു തുറപ്പിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ. ആകാശ ലോകങ്ങളെ നമ്മുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നാം പടച്ചതാണ്. വഇന്നാ, തീർച്ചയായും നാം, പ്ലൂറൽ ഓഫ് റെസ്പെക്ട്, ബഹുമാന സൂചകമായി പറയുന്ന ഒരു ബഹുവചനമാണ് ഇന്നാ. അള്ളാഹു ഏകനാണ്, എന്നാൽ നാം ലമൂസിഊൻ, ഈ പ്രപഞ്ചത്തെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്യ, എന്താ വാസ്യ എന്ന് പറഞ്ഞാൽ? വൈഡ്. മൂസിഊൻ, നാം ഈ പ്രപഞ്ചത്തെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശ ലോകങ്ങളെ പടച്ചത് ഞാനാണ്, ഇത് ഞാൻ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. ആകാശം എന്ന് പറയുമ്പോൾ ഉന്നതിയിൽ കിടക്കുന്ന എന്തെല്ലാം ഗോളങ്ങളുണ്ടോ ഇതെല്ലാം അള്ളാഹു പറയുന്ന സമാഇന്റെ പരിധിയാണ്. ഇതൊക്കെ വികസിച്ചു. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ പഠനം അള്ളാഹുലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു അത്ഭുതമാണ്. പ്രപഞ്ചമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അള്ളാഹുവിനെ അറിയും? ഈ പ്രപഞ്ചമില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയും? അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ അള്ളാഹു തആല അവനെ മനസ്സിലാക്കി തരുന്നത് പ്രപഞ്ചം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ശരീരത്തിലൂടെയാണ്. മനുഷ്യ ശരീരം ഇവിടെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സനുരീഹിം ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവിശ്വാസികളായ സയന്റിസ്റ്റുകൾക്ക്, അങ്ങനെയാണ് എൻ്റെ അർത്ഥം. സനുരീഹിം, അവർക്ക്, മുസ്ലിങ്ങൾക്കല്ല, അമുസ്ലിമീങ്ങളായ ആളുകൾക്ക്, പഠനം നടത്തുന്നവർക്ക്, ഗവേഷണം നടത്തുന്നവർക്ക്, ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും. ഫിൽ ആഫാഖ്, ചക്രവാള സീമകളിൽ മുഴുവനും. ആകാശത്തേക്ക് നോക്കിയാൽ അത്ഭുതം, ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചാൽ അത്ഭുതമാണ്. ഭൂമിയുടെ പ്രവർത്തനം നോക്കിയാൽ അത്ഭുതമാണ്. ഭൂമിയുടെ അക്ഷാംശരേഖകളും രേഖാംശരേഖകളും, ഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സമയവ്യത്യാസം വരുന്നത്, ഗ്രാവിറ്റിയിലെ വ്യത്യാസം വരുന്ന ഇടങ്ങൾ, ഭൂമിയിലെ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ, ലെങ്തി ആയിട്ടുള്ള ഡേ ടൈം ഉള്ളത്, ലെങ്തിയായ നൈറ്റ് ഉള്ളത്, ഭൂമി തന്നെ അത്ഭുതമാണ്. പ്രപഞ്ചത്തിൽ ഒന്നാകെ നമ്മുടെ മഹാത്ഭുതങ്ങൾ നാം കാണിച്ചു കൊണ്ടിരിക്കും. ആർക്ക്? അവിശ്വാസികൾക്ക്. കാരണം മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഖുർആനും അവന്റെ തിരുനബിയും മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിശ്വാസിക്ക് അങ്ങനെയല്ല. ഞാൻ ഇസ്ലാം വിശ്വസിക്കുന്നത്, എന്തേ ഖുർആൻ നിങ്ങൾ പറയുന്നു പടച്ചോൻ്റെത്, എനിക്ക് തെളിവൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, കാം ഡൗൺ. ഭൂമിയിലേക്ക് നോക്ക്, പ്രപഞ്ചത്തിലേക്ക് നോക്ക്. ഇതൊക്കെ ഇവിടുന്ന് വന്നു. വഫീ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ തന്നെയും നമ്മൾ തെളിവുകൾ കാണിച്ചു കൊടുക്കും. മനുഷ്യ ശരീരത്തിൽ തന്നെയും. ഹത്താ യതബയ്യന ലഹും, അവർക്ക് ബോധ്യമാകുന്നത് വരെ, അന്നഹു, ഈ ഖുർആൻ, അൽ ഹഖ്, ഇതാണ് ഹഖ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പ്രപഞ്ചത്തിലെല്ലാം നമ്മൾ തെളിവ് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ പറയാ, പ്രപഞ്ചത്തിൽ അങ്ങനെ കണ്ടെത്തിയോ, അത് ഖുർആനിലുണ്ടോ? അങ്ങനെ തന്നെയാണ് വരേണ്ടത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്. കാരണം ഇന്നങ്ങൾ ഖുർആനിൽ അതിനെ പറഞ്ഞാൽ പോരെ, എന്നാൽ സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ എളുപ്പമായല്ലോ. നിങ്ങൾ സയന്റിസ്റ്റുകൾ കണ്ടെത്തുമ്പോൾ വിളിച്ചു പോകും, അത് ഖുർആനിലുണ്ട്. അങ്ങനെ തന്നെ വരിക. കാരണം ആദ്യം അവർക്ക് കാണിച്ചു കൊടുക്കും, പിന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ഖുർആനിലുണ്ടല്ലോ. അതന്നെയാണ് അള്ളാഹു പറഞ്ഞത്, ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഇവിടെ ഒരു അത്ഭുതം, നമ്മൾ ഹോസ്പിറ്റലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഹൈജീനും വൃത്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡിറ്റർജൻറ്റുകളും നമ്മുടെ സാനിറ്റൈസറുകളും സോപ്പുകളും വൃത്തിയാക്കുന്ന സാധനങ്ങളും എല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്, പക്ഷെ അസുഖം കൂടുതലാണ്.
ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പൊടി പൊടിക്കുക നാട്ടിൽ. അപ്പം അങ്ങനെ പറയാം, ഒന്നുകിൽ സ്കൂൾ തുടങ്ങുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തുടങ്ങുക. എത്ര ബിസിനസ് ലാഭമുള്ളൊരു സംഗതി വേറെ ഇല്ല. സുബ്ഹാനല്ലാഹ്, രോഗികൾ കൂടുകയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മറുവശം, എല്ലാ രോഗങ്ങളെക്കുറിച്ചും പഠനം നടക്കുന്നു. മനുഷ്യ ശരീരം, അതിൻ്റെ മൈന്യൂട്ട് വിഷയങ്ങൾ വരെ പഠനം നടന്ന കാലമാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികൾക്കുമുള്ള അസുഖങ്ങൾ എന്താണ്. നമ്മുടെ കിഡ്നിയെ സംബന്ധിച്ച് മാത്രം ഒരു ശാസ്ത്രശാഖ, അത് മാത്രമാണ്. ഡോക്ടർ ഹൈദർ സാർ അവിടെ ഇരിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. ഒരു മംഗലാപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അവർക്കറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ. മനുഷ്യ ശരീരം, നമ്മുടെ കണ്ണ്, ഒരു മനുഷ്യന്റെ കാഴ്ചശക്തി പോകുമ്പോൾ മനുഷ്യന്റെ കണ്ണെന്ന മഹാത്ഭുതം ഡോക്ടർ പറഞ്ഞു തരുമ്പോഴാണ്, റബ്ബേ, കണ്ണ് ഇങ്ങനെയൊക്കെ വലിയ സംഭവമാണല്ലേ. ഏതെങ്കിലും ചെറിയൊരു വേദന വരുമ്പോൾ എന്തേ ആ വേദന വരാൻ കാരണം? അത് ഇന്നാലിൻ്റെ ഞരമ്പ് ഇവിടെ നിന്ന് ചുളിഞ്ഞു പോയതാണ്. അപ്പോൾ ആ ഒരു ഞരമ്പിനെ കുറിച്ച്, നമ്മുടെ സ്പൈനിനെ കുറിച്ച്, നമ്മുടെ ബാക്ക് ബോണിനെ കുറിച്ച് മാത്രം, നമ്മുടെ പാൻക്രിയാസ് വലിയ അത്ഭുതമല്ലേ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ വൻകുടലുകൾ, ചെറുകുടലുകൾ, മനുഷ്യന്റെ ദഹന പ്രക്രിയ നടക്കുന്ന അത്ഭുതങ്ങൾ, എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും ചർച്ചയാണ്. നമ്മൾ സ്പെഷ്യലിസ്റ്റുകളെ അടുത്തേക്ക് ഓടുകയാണ്. സ്പെഷ്യലിസ്റ്റ് ആണോ അല്ലേ എന്നാ ചോദിക്കുക. ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, ചില എന്താണ് ജോയിൻറ്റ്സ് ആൻഡ് നീസ് അല്ലേ, കാൽമുട്ടും ജോയിൻറ്റുകളും മാത്രം നടത്തുന്ന, അത് മാത്രം ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ. അത് മാത്രം ഒരു ലോകമാണ്. കണ്ണിനെ കുറിച്ച് ഓഫ്തൽമോളജി, കണ്ണിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന, അത് മാത്രം ചെയ്യുന്ന എത്ര ഹോസ്പിറ്റലുകളുണ്ട് നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ. ബ്രെയിൻ പറയേണ്ടതില്ല, ചെവി മഹാ അത്ഭുതം, നമ്മുടെ തൊണ്ട, ഒരു ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ മൂക്ക്, നമ്മുടെ നമ്മുടെ ഓരോന്ന്, സ്കിൻ, തൊലി സംബന്ധമായ രോഗം നോക്കിയാൽ എന്തൊക്കെ വലിയ അത്ഭുതം. ഇങ്ങനെ മനുഷ്യ ശരീരം ഇത്രക്ക് മേൽ പഠിക്കപ്പെട്ട ഒരു കാലം മുമ്പുണ്ടായിട്ടുണ്ടോ? ഇത്രയും സങ്കീർണമാണ് നമ്മുടെ ശരീരം, അത്രയും അത്ഭുതമാണ് മനുഷ്യന്റെ ശരീരം. ഓരോ തൊലിപ്പുറവും അത്ഭുതമാണ്, ഓരോന്നും. നമ്മുടെ കൺപുരികമടക്കം, നമ്മുടെ തലയിലെ മുടി വളരുന്ന പോലെ നമ്മുടെ കൺപുരികം വളരുകയായിരുന്നെങ്കിൽ, നമ്മുടെ കണ്ണിന്റെ ഇമ, തലമുടി വളരുന്ന പോലെ, താടിരോമം വളരുന്ന പോലെ വളരുന്ന മുടിയായിരുന്നെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ കോലം? എല്ലാം അവിടെ കിടക്കുന്ന കോശങ്ങളൊന്ന് വേറെയാണ്. നമ്മുടെ മുഖത്തെ ചർമ്മം ഒന്ന് വേറെയാണ്. അതുകൊണ്ടാണ് ദേഹത്ത് പുരട്ടുന്ന പലതും മുഖത്ത് പുരട്ടാൻ പറ്റില്ല. ഇങ്ങനെ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ, അത് ഒരു വിഭാഗം ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് പരിശോധിക്കുന്നു, മറ്റൊരു വിഭാഗം ഹോമിയോപ്പതി കൊണ്ട്, മറ്റൊരു നാച്ചുറോപ്പതി കൊണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ചികിത്സാ രീതികൾ, വിവിധങ്ങളായ പഠനങ്ങൾ, വിവിധങ്ങളായ മരുന്നുകൾ. ഇതിന്റെ അർത്ഥം, ഇത്രയും മഹാത്ഭുതത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇതങ്ങോട്ട് വെറുതെ ഉണ്ടായി എന്ന് പറയാണോ? ആരാണ് ഇതൊക്കെ സംവിധാനിച്ചത്? ഇങ്ങനെ പടച്ച ശരീരമാണ് നിങ്ങളുടെ ശരീരം. വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ തണുപ്പുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ തണുപ്പുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചറുകൾ പാകമായി കഴിയും. നമ്മൾ ചൂടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതനുസരിച്ച് പാകപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ, ദേഷ്യവും ഭാവവും സങ്കടവും സന്തോഷവും, ഇതൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്ന നമ്മുടെ മുഖത്തെ കോശങ്ങൾ. ഇത് വലിയ അത്ഭുതമല്ലേ? എനിക്ക് സന്തോഷമാണോ അല്ലേ എന്ന് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഖൽബിനുള്ളിൽ കിടക്കുന്ന ആ ആശയം മുഖത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? അങ്ങനെ ഒരു സംവിധാനം, ഒരു വെളിച്ചമോ ഒരു തെളിച്ചമോ കോശത്തിന് ഒരു കുളിർമയോ ആരാണ് ഇതൊക്കെ നൽകിയത്? തങ്ങൾ വെറുതെ ഉണ്ടായോ? മനുഷ്യ ശരീരം നിങ്ങൾക്ക് ഞാൻ എന്നെ മനസ്സിലാക്കാനുള്ള വഴിയായിട്ട് കാണിച്ചു തരും. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രപഞ്ചം കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു വഫീ അൻഫുസിഹിം. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാണ്. മെഡിക്കൽ സയൻസ് ആയിരിക്കും ഇനി ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴി. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പഠനം, മെഡിസിൻ, അത് തന്നെ. മനുഷ്യ ശരീരം ഇത്രമേൽ നമ്മൾ പഠിക്കുന്നുണ്ടോ അത്രക്കും അള്ളാഹുവിന്റെ മഹാത്ഭുതം സുജൂദ് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. ഏതൊരു പഠനം കഴിയുമ്പോഴും സുബ്ഹാനക യാ റബ്ബ്, അള്ളാഹുവേ ഇതൊക്കെ നീ ശരീരത്തിൽ പടച്ചു വെച്ചിട്ടുണ്ടോ?
സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധമായ ഖുർആൻ സത്യമാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രക്ഷിതാവാണ്, അവനാൽ നിയുക്തനായ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകൻ കൊണ്ടുതന്ന ആശയങ്ങൾ, എൻ്റെ വിശുദ്ധ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചേക്കണമേ. ഇതാണല്ലോ അതിൻ്റെയൊക്കെ പരമമായ ആശയം. ഇത് പറയാൻ പ്രപഞ്ചലോകവും മനുഷ്യ ശരീരവും, ഇത് രണ്ടും തന്നെയാണ് അല്ലാഹു വീണ്ടും ഈ ആയത്തിലും ചർച്ച ചെയ്തത്. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. അവരുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് ഞാൻ അവരാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. വമാ കുൻതു മുത്തഖിദൽ മുദല്ലിന അദുദാ. ഈ രണ്ട് വിഷയങ്ങളിലും പഴപ്പിക്കാൻ വരുന്നവരുടെ മാർഗം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയൂ നബിയേ. വയൗമ യഖൂലു നാദു ശുറകാഇയ അല്ലദീന സഅംതും ഫദഊഹും ഫലം യസ്തജീബൂ ലഹും വജഅൽനാ ബൈനഹും മൗബിഖാ. ആ സൃഷ്ടിപ്പ് നടത്തിയവൻ ഉണ്ട് എന്ന ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വഹ്ദാനിയത്തിലേക്ക് വരണം. അത് പിന്നെ ഒരാളാണ്. കാരണം പരമമായ ദൈവം, സർവേശ്വരൻ, ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷേ ദൈവം ഒന്നിലേറുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഓരോന്നിനും ഓരോരോ ദൈവങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന വളരെ വലിയൊരു സമൂഹം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. ഖുർആൻ പറയാണ്, നിങ്ങൾ ദൈവമുണ്ട് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ, കാരണം ഒരു സാധനവും വെറുതെ ഉണ്ടാവില്ല, അത് ഉണ്ടാക്കിയ ഒരുത്തൻ വേണം. അത് പിന്നെ ആരാണ്? ആ ഉണ്ടാക്കിയ ഒരുത്തൻ ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാണ്. ഏതൊരു വസ്തുവും ഉണ്ടാക്കാൻ ഒരാൾ വേണം. ഒരാളില്ലാതെ ഒരു വസ്തു ഉണ്ടാവില്ല. ആ ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ അടുത്ത ചോദ്യം, ആരല്ലാഹുവിനെ ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് മറുപടി ലം യലിദ് വലം യൂലദ്. അല്ലാഹുവിനെ ആരും സൃഷ്ടിച്ചതല്ല, അവൻ ആരെയും പ്രസവിച്ചിട്ടില്ല, അവൻ ആരാലും പ്രസവിക്കപ്പെട്ടവനും അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യനായിട്ട് ആരുമേ ഇല്ല, ഒന്നുമേ ഇല്ല. അവൻ പരമമായ ഏകനാണ്. ഖുർആനിലെ വളരെ മനോഹരമായ സൂറത്തുൽ ഇഖ്ലാസ് 112-ാമത്തെ സൂറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹു ഈസ് ഗോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്യുമെന്ററിയിൽ ഒരു ചെറിയ വളരെ മനോഹരമായിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികളൊക്കെ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരാൾ ഒരു വസ്തു ഉണ്ടാക്കിയത് ആര്? അല്ലാഹുവാണ്. അള്ളാഹനെ ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ ആരുണ്ടാക്കി എന്ന് ചോദ്യം വന്നു. അയാൾ ആരുണ്ടാക്കി? അങ്ങനെ പോയാൽ ഇറ്റ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. അത് പിന്നെ ഒരിക്കലും തീരാൻ പോകുന്നില്ല. പക്ഷേ ഉണ്ടാക്കിയ ഒരാൾ വേണമെന്ന് ആദ്യം നമ്മൾ അംഗീകരിച്ചു. ആ ഉണ്ടാക്കിയ ആൾ അൺക്രിയേറ്റഡ് ആവണം, അത് മറ്റൊരാൾ ഉണ്ടാക്കപ്പെടാത്തവനാവണം. അതാണ് അതിന്റെ മറുപടി. ഒരു പുരുഷനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന പോലെ സ്രഷ്ടാവാണെങ്കിൽ ആ സ്രഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം. അതാണ് ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞത്. അല്ലാഹു ആരാണെന്ന് അറിയണോ? ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അല്ലാഹു സ്വമദ്. അല്ലാഹുവിലേക്ക് എല്ലാവരും ആവശ്യമുള്ളവരാണ്, എന്നാൽ അല്ലാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്. അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടില്ല, അല്ലാഹു ആരാലും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് സമാനമായിട്ട് തുല്യനായിട്ട് ആരുമേ ഒന്നുമേ ഇല്ല. ഇതാണ് ദൈവം എന്നതിന്റെ വ്യാഖ്യാനം. ഇതല്ലാതെ യുക്തമായൊരു മറുപടി ലോകത്ത് ഒരാൾക്കും സ്രഷ്ടാവിന് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ഒരു സ്രഷ്ടാവ് വേണമെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. ആ സ്രഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാവണം. ഇനി അള്ളാഹുവിന്റെ മാഹിയത്തും അള്ളാഹുവിന്റെ കുൻഹും, അള്ളാഹു എങ്ങനെയാണ്, അള്ളാഹുവിന്റെ എസൻസ് എന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല.
ഇന്നകും സതറൂന റബ്ബകും കമാ തറൂനൽ ഖമറ ലൈലത്തൽ ബദർ. 14 രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ അല്ലാഹുവിനെ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരും. അത് സ്വർഗ്ഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിലെ അൽ വാദിൽ അഫ്യഹ് എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവനെ കാണിച്ചു കൊടുക്കും. അന്നേരം മാത്രം അറിയാം അവൻ എന്താണ് എന്ന്. നമ്മൾ എന്തൊക്കെയാണ് അല്ലാഹു എന്ന് സങ്കല്പിച്ചാലും അതൊന്നുമല്ല അല്ലാഹു. അതൊക്കെ നമ്മുടെ ഈ ദൃശ്യ പ്രപഞ്ച ലോകത്ത് നമ്മൾ കണ്ടതോ കേട്ടതോ അനുമാനിക്കുന്നതോ ആണ്. അതൊന്നും ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലോത്തതായി ഒന്നുമേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ലാ തുഫക്കിറു ഫില്ലാഹ്, അല്ലാഹു എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. തഫക്കറു ഫി ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഏത് ചെറുതും വലുതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഅൽ മുജ്രിമൂനൻ നാർ ഫളന്നു അന്നഹും വാഖിഉഹാ വലം യജിദൂ അൻഹാ മസ്രിഫാ. വറഅൽ മുജ്രിമൂനൻ നാർ, കുറ്റം ചെയ്ത ആളുകൾ, ക്രിമിനലുകളായ ആളുകൾ അല്ലാഹുവിന്റെ നരകം കണ്ണുകൊണ്ട് കാണുന്ന സമയം. അവർ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് ഖുർആൻ പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. ക്രിമിനലുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ഖുർആന്റെ ആഹ്വാനം. ആര് ചെയ്താലും, അത് ആര് പ്രവർത്തിച്ചാലും ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം, പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ പിടിക്കപ്പെടും. വറഅൽ മുജ്രിമൂൻ, കുറ്റം ചെയ്ത ആളുകൾ, അന്നാർ, കത്തിയാളുന്ന നരകശിക്ഷയെ കാണുക തന്നെ ചെയ്യും. ഫളന്നു അന്നഹും വാഖിഉഹാ, അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിൽ വീഴാൻ പോവാണ്. കാരണം അവരറിയും അവർ കുറ്റം ചെയ്തവരാണ്, അവർ ശിക്ഷ അർഹിക്കുന്നവരാണ്. ഫളന്നു അന്നഹും വാഖിഉഹാ. അതുകൊണ്ടാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം, സർവേശ്വരനായ അല്ലാഹുവിനെ മനസ്സിലാകുന്ന ഏകമായ അല്ലാഹുവിന്റെ തൗഹീദ് മനസ്സിലാക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ അക്രമമാണ്, അക്രമികൾക്ക് നരകശിക്ഷയുമാണ്. അന്നഹും വാഖിഉഹാ വലം യജിദൂ അൻഹാ മസ്രിഫാ, ആ നരകത്തിൽ നിന്ന് തെന്നിമാറാൻ ഒരു വഴിയും അവരുടെ മുമ്പിലില്ല തന്നെ. അവർ നാളെ പിടിക്കപ്പെടും. എന്തെന്നറിയോ, ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഞാൻ പടച്ചോനില്ല എന്ന് പറയുന്ന വിഭാഗത്തിലാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ, ഞാൻ ദൈവമില്ല, ഞാൻ വിശ്വസിക്കുന്ന മതം, ഞാൻ വിശ്വസിക്കുന്ന ആശയം അത് യുക്തമാണോ എന്ന് ചിന്തിക്കേണ്ട ബാധ്യത അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്കുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീൻ വളരെ യുക്തവും ഭദ്രവും മനോഹരവുമായി വിശുദ്ധ നബി തങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച ഹദീസുകളിലൂടെയും മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എല്ലാ മതവിശ്വാസികളും അത് ചിന്തിക്കാൻ തുടങ്ങിയാൽ പരമമായ ഒരു സത്യം കണ്ടെത്താൻ കഴിയും. അപ്പോഴല്ലേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നമ്മൾ ജീവിക്കുന്നു, ഇങ്ങനെ ജീവിച്ചു പൊട്ടിമുളച്ചു വന്നു, ഇങ്ങനെ മരിക്കും, ചിലപ്പോൾ കുഴിച്ചിടും, ചിലപ്പോൾ കത്തിച്ചു കളയും, ചിലപ്പോൾ എവിടെയെങ്കിലും ഒഴുക്കിക്കളയും, അങ്ങനെ തീർന്നു, പിന്നെ ഒന്നുമില്ല. എന്തേ പിന്നെ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ എന്തിനിവിടെ വന്നു? നമുക്ക് ഇത്രയും വലിയ ബ്രെയിൻ കിട്ടിയത് എവിടെ നിന്നായിരുന്നു? എന്തിനെ നമ്മൾ ഒരുപാട് കാര്യം, ഒരുപാട് ചാരിറ്റി, ഒരുപാട് സേവനം, ഒരുപാടുള്ള കണ്ണീരൊപ്പി, ഇതിനൊന്നും ഇനി ഒന്നുമില്ലേ, കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ആ അർത്ഥമില്ലാത്തൊരു പണി സൃഷ്ടാവ് ചെയ്യുകയുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം വേണോ, വിശുദ്ധ ഇസ്ലാം മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് അർത്ഥമുണ്ട്. അവിടെ ആൻസറുകളുണ്ട്, മറുപടികളുണ്ട്. വറഅൽ മുജ്രിമൂന അന്നാർ, അതുകൊണ്ട് നാളെ കുറ്റവാളികൾക്ക് നരകമുണ്ട്, അല്ലാഹുവിനെ മനസ്സിലാക്കാതെ ജീവിച്ചതുകൊണ്ട്. ഫളന്നു അന്നഹും വാഖിഉഹാ വലം യജിദൂ അൻഹാ മസ്രിഫാ, അവർക്ക് തോന്നി, അവർ ഉറപ്പിച്ചു അവർ നരകത്തിൽ വീഴുകയാണ്, അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്തുകൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിച്ചു എന്നറിയോ? അടുത്ത ആയത്തിന്റെ മറുപടിയാണ്. വലഖദ് സർവഫ്നാ ഫീ ഹാദൽ ഖുർആൻ ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. വലഖദ് സർവഫ്നാ ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, ലിന്നാസ്, മുസ്ലിങ്ങൾക്ക് എന്നല്ല, ജനങ്ങൾക്ക് വേണ്ടി എത്രയാണ് നമ്മൾ വിശദീകരിച്ചു കൊടുത്തത്? മിൻ കുല്ലി മസൽ, എല്ലാ ഉദാഹരണ സഹിതം സത്യം സത്യമായി മനസ്സിലാക്കാൻ ഈ വിശുദ്ധ ഖുർആൻ എത്രയാണ് സർറഫ്നാ ലിന്നാസ്. നാസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ. മുസ്ലിമീങ്ങൾ എന്ന മാത്രാണോ? അല്ല. മുഅ്മിനീങ്ങൾ എന്നാണോ? അല്ല. ലിന്നാസ്, തലച്ചോറുള്ള സർവ്വ മനുഷ്യരും മനസ്സിലാക്കാൻ എത്ര മനോഹരമായ ആശയങ്ങൾ ഉദാഹരണ സഹിതം അല്ലാഹു ഈ ഖുർആനിൽ പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട് അവർ അംഗീകരിച്ചില്ല? വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യൻ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നവനാണ്. എന്തൊരു മനോഹരല്ലേ!
വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല. മനുഷ്യൻ കടുത്ത താർക്കികനാണ്. എന്തും തർക്കിച്ച് ജയിക്കാൻ പോകുന്ന ആളാണ് മനുഷ്യൻ. എന്തും തർക്കിക്കും, ഏത് വിഷയത്തിലും തർക്കം. തന്റെ ആശയം പരമമായ മൗഢ്യമാണെന്നറിയാം, എന്നാലും വാദിച്ചു ജയിക്കാൻ മനുഷ്യനൊന്ന് പരിശ്രമിച്ചേക്കും. ഇങ്ങനെ മനുഷ്യൻ കടുത്ത താർക്കികനാണ്. അല്ലായിരുന്നുവെങ്കിൽ, സത്യം സത്യമായി വീക്ഷിക്കുകയായിരുന്നുവെങ്കിൽ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാവുന്ന സത്യം വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ സത്യം അംഗീകരിക്കാത്ത പക്ഷം ഇനി വരാനുള്ളത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ വയസ്തഗ്ഫിറൂ റബ്ബഹും ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ ഔ യഅതിയഹുമുൽ അദാബു ഖുബുലാ. വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ, ജനങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാതെ മാറി നിൽക്കുന്നത്, അവരെ തടഞ്ഞു നിർത്തുന്നത്. ഇദ് ജാഅഹുമുൽ ഹുദാ, സന്മാർഗം അവർക്ക് വന്നതിന് ശേഷം വിശ്വസിക്കാതെ ജനങ്ങൾ മാറി നിൽക്കുന്നത്, അവരെ വിശ്വാസത്തിൽ നിന്നും തടഞ്ഞു മാറ്റുന്നത്. വയസ്തഗ്ഫിറൂ റബ്ബഹും, അവരുടെ രക്ഷിതാവിനോട് പാപമോചനം ചോദിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുന്ന വസ്തുത മറ്റൊന്നുമല്ല, ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ, അവരുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞു പോയത് ഇവർക്കും വരാൻ വേണ്ടി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ അള്ളാഹുവിന്റെ സന്മാർഗവും അള്ളാഹുവിന്റെ വിശ്വാസവും മനസ്സിലായിട്ട് സ്വീകരിക്കാതിരിക്കുകയും അള്ളാഹുലേക്ക് പാപമോചനം തേടി ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവർക്ക് വരാനുള്ളത് മുൻഗാമികൾക്ക് സംഭവിച്ച ശിക്ഷ തന്നെയാണ്. അതാണ് ആശയം. ഔ യഅതിയഹുമുൽ അദാബു ഖുബുലാ, അവർക്ക് നേരെ അള്ളാഹുവിന്റെ അദാബ് വരികയോ മുൻഗാമികൾക്ക് സംഭവിച്ച ചര്യകൾ അവർക്ക് മേൽ സംഭവിക്കുകയല്ലാതെ ഇനി മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊരു തരം അള്ളാഹു ഗൗരവത്തിൽ പറയുന്ന ഭാഗമാണ്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇനിയും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ, മുൻഗാമികൾ ദൈവനിഷേധം ചെയ്ത് ജീവിച്ചവരെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തുവോ അതാണ് ഇനി നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഒരൊറ്റ ആയത്തുകൂടെ, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, പ്രവാചകന്മാരെ നാം നിയോഗിക്കുന്നത് ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷ വാർത്ത നൽകുന്നവരായും താക്കീത് നൽകുന്നവരായുമാണ്. പ്രവാചകന്മാർ അങ്ങനെ ചെയ്യാം. അമ്പിയാക്കന്മാർ, നമ്മുടെ നബി തങ്ങളടക്കം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്തോഷ വാർത്ത തരും, അതേപോലെ താക്കീതുകളും തരും. നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു റിവാർഡ് തരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പണിഷ്മെന്റ് ഉണ്ടാകും. ഇതാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്ത് ചെയ്തത്. വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാതിൽ ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ്. വയുജാദിലുല്ലദീന കഫറൂ, എന്നാൽ അവിശ്വാസികളായ ആളുകൾ ബിൽ ബാതിലി, അവരുടെ തെറ്റായ സിദ്ധാന്തങ്ങൾ വെച്ച് ഇസ്ലാമിനോട് തർക്കിക്കുന്നു. ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ്, അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാമിനെ താറടിക്കാനും തകർത്ത് കളയാനും വേണ്ടി തെറ്റായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെ താറടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവാ, എന്റെ ദൃഷ്ടാന്തങ്ങളും ഞാൻ അവർക്ക് താക്കീത് കൊടുത്ത വിഷയങ്ങളെല്ലാം ഹുസുവൻ, തമാശയായി കളിയാക്കിക്കൊണ്ട് നടക്കുകയാണവർ. വമൻ അദ്ലം മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഓർമ്മിപ്പിച്ചു കൊടുത്തപ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചവനേക്കാളും വലിയ അക്രമി ആരാണ്? വനസിയ മാ ഖദ്ദമത് യദാ, അവരൊക്കെ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി, അവർ ഓർക്കുന്നു പോലുമില്ല. എല്ലാ അക്രമങ്ങളും ചെയ്ത് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കി കൊടുത്തപ്പോ അഅറദ, ഞാനത് സ്വീകരിക്കില്ല, അതാരാ പറയാൻ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്ന ഭാവേന അല്ലാഹുവിന്റെ മുമ്പിൽ അഹങ്കാരിയായി മനുഷ്യൻ നടക്കുമ്പോൾ വമൻ അദ്ലം, ഇവരെക്കാളും അക്രമം ചെയ്ത ആരാണുള്ളത്? ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂ, അവർ ചെയ്ത തിന്മകൾ കാരണം സത്യം മനസ്സിലാക്കരുത് എന്ന അവരുടെ ദൃഢനിശ്ചയം കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് നാം മറവച്ചിരിക്കുകയാണ്. വഫീ ആദാനിഹിം വഖറാ, അവരുടെ ചെവികളിൽ അല്ലാഹു ഭാരം വെച്ചിരിക്കുകയാണ്. ചെവിക്ക് ഭാരമാണ്, കേൾക്കൂല. ഹൃദയം മൂടപ്പെട്ടിരിക്കുന്നു, ഒരിക്കലും സത്യം കാണുകയുമില്ല. എന്തുകൊണ്ട്? അവർ ഞങ്ങൾക്കിത് വേണ്ടാന്ന് തീരുമാനിച്ചവരല്ലേ. അതുകൊണ്ട്
അല്ലാഹു ഖൽബുകൾക്ക് മൂടുപടം വെച്ചിരിക്കുകയാണ്. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക് നിങ്ങൾ അവരെ വിളിച്ചു നോക്കൂ, ഫലൻ യഹ്തദു അബദാ, ഇത്തരക്കാർ ഒരിക്കലും സന്മാർഗത്തിലേക്ക് വരികയും ചെയ്യുന്നില്ല നബിയെ. സത്യം ഇതാണ്. ഒരുപാട് ആളുകൾ അതിന് നേരെ കണ്ണടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന് ഹൃദയം തുറന്നു നോക്കിയാൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ആയിരക്കണക്കിന് തെളിവുകൾ ഈ പ്രപഞ്ചത്തിലും വിശുദ്ധ വചനങ്ങളിലും അവർക്കുണ്ടല്ലോ. ഇത് നിങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം, ഈ ലോകത്ത് നിങ്ങളെ ഞാനൊരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു, അത് നിങ്ങൾ പാലിക്കാത്ത പക്ഷം നിങ്ങൾ ശിക്ഷ അർഹിക്കുന്നു. വറഅൽ മുജ്രിമൂന നാർ. ഈ ആശയമാണ് ഇത്രയും ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യഭാഗമാണ്. 110 ആയത്തുകളാണ് ഏകദേശം ഈ സൂറത്തിൽ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത് അല്ലേ. 110 ആയത്തുകളാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 56 കഴിഞ്ഞു, 57ാമത്തെ ആയത്താണ്. അപ്പോൾ ഏകദേശം മധ്യഭാഗങ്ങളിലൂടെയാണ് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, ഈ വിശുദ്ധ ഖുർആൻ മനോഹരമായി കാര്യങ്ങൾ പറഞ്ഞു തന്നത്. മനുഷ്യൻ്റെ നിലപാടുകൾ, മനുഷ്യൻ താർക്കികനാണെന്ന വസ്തുത അടക്കം മനുഷ്യൻ തർക്കം മാറ്റിവെക്കുകയും സത്യം കാണാൻ വേണ്ടി തുറന്ന ഹൃദയത്തോടുകൂടെ പ്രപഞ്ചത്തെ സമീപിക്കുകയും വിശുദ്ധ ഖുർആനെ സമീപിക്കുകയും ചെയ്താൽ അവർക്കവിടെ വിജയമുണ്ട് എന്ന വലിയൊരു ആശയം അള്ളാഹു പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനും കൂടുതൽ അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് അടുക്കുവാനും പാപമോചനം തേടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ ഞങ്ങളുടെ യജമാനനും ഉടമസ്ഥനുമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്ന നിന്നിലുള്ള വിശ്വാസം നീ ഞങ്ങൾക്ക് അടിയുറപ്പിച്ച് നൽകണേ റഹ്മാനെ. ഓരോ ദിവസവും നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാനും നിന്നിലേക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അറിയാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം അർത്ഥവത്തായൊരു ജീവിതമാവാനും അള്ളാഹുവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് അള്ളാഹുവെ നിന്നെക്കുറിച്ചുള്ള അറിവ് നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് നൽകണേ തമ്പുരാനെ. നിന്നോടുള്ള ഹുബ്ബ് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് നൽകണേ റഹ്മാനെ. ഒരാളെ സ്നേഹിക്കുന്നത് അവരറിയുമ്പോഴാണല്ലോ അള്ളാഹു. അതുകൊണ്ട് നിന്നെയും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒരുപാട് അറിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ അമലിന് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക്, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, ഞങ്ങളെല്ലാവരെയും മരണം വരേക്കും അള്ളാഹുവെ സജ്ജനങ്ങളുടെ പാതയിൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ആ പാതയിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു താ റബ്ബേ. പാപങ്ങൾ മാപ്പ് തരണേ റഹ്മാനെ. ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് എന്നേക്കുമായി പുറത്തു താ റബ്ബേ. ഓരോരോ ആഴ്ചയിലും ഞങ്ങൾക്ക് പറ്റിപ്പോകും തെറ്റുകളൊക്കെ ഈ സദസ്സ് കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ നിന്നോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളെ ഇൽമ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങൾ ആരുടെയെല്ലാം കിതാബുകൾ മുത്താലഅ ചെയ്തിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ ആ ആലിമീങ്ങൾക്ക് വേണ്ടിയും മുഅല്ലിഫീങ്ങൾക്ക് വേണ്ടിയും മഗ്ഫിറത്തിനെ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം എന്തെങ്കിലും ചെറിയ ഇൽമ പഠിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കുന്നു തമ്പുരാനെ. ഈ സദസ്യരുള്ളവർ, ഇവിടെ വരാറുണ്ടായിരുന്നവർ, ഇപ്പോൾ വന്നിരിക്കുന്നവർ, അള്ളാഹു ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾ, ഇതുമായി സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ തമ്പുരാനെ, ഞങ്ങളെല്ലാവർക്കും നിന്റെ പരമമായ മഗ്ഫിറത്തും നിന്റെ റഹ്മത്തും ആഫിയത്തും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഒരുപോലെ നീ ശുദ്ധമാക്കി താ റബ്ബേ. ശരീരത്തിൻ്റെ അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഖൽബിൽ, ഹൃദയത്തിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീ മാറ്റിത്തരണേ തമ്പുരാനെ. നിനക്കിഷ്ടമില്ലാത്ത അഹങ്കാരവും അസൂയയും താൻപോരിമയും എന്തെല്ലാം നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങളും വികാരങ്ങളും തോന്നലുകളുമുണ്ടോ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാം തുടച്ചു നീക്കി തരണേ റഹ്മാനെ. അല്ലാഹു അവിടെ ആ ഹൃദയത്തിലേക്ക് നിനക്കിഷ്ടമുള്ള നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന നല്ല ഗുണങ്ങൾ, അവിടുത്തെ അഖ്ലാഖുകൾ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭാര്യ സന്തതികളെ, ഞങ്ങളുടെ കൂട്ടുകാരെ, അയൽവാസികളെ എല്ലാവരെയും സജ്ജനങ്ങളിൽ പെടുത്തണേ റബ്ബേ. സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ദുആരക്കാൻ വേണ്ടി പറഞ്ഞതും അല്ലാത്തതുമായ ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് ആരെല്ലാം ഈ സദസ്സിലിരിക്കുന്നുണ്ടോ, ഞങ്ങളുമായി ദുആ ചെയ്യാൻ പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും വീട്ടിലും അല്ലാത്ത എവിടെ നിന്നെല്ലാം ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എല്ലാ രോഗികൾക്കും അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ.
ആരെല്ലാം ദുആയിരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ശിഫ കൊടുക്കണേ റബ്ബേ. ഇവിടെ ഓൺലൈൻ കേൾക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളാരെയും പരീക്ഷിക്കല്ലേ റഹ്മാനെ. മരണത്തിൻ്റെ അവസാനത്തെ സെക്കൻഡ് വരേക്കും അല്ലാഹുവേ നിന്നെ ഓർക്കുകയും നിനക്ക് അമല് ചെയ്യുകയും ചെയ്ത് അവസാനത്തെ സെക്കൻഡ് വരേക്കും സജ്ജനങ്ങളായി ആഫിയത്തോടെ ജീവിക്കാൻ തൗഫീഖ് താ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കുടുംബങ്ങളിലെ വിഷമങ്ങൾ പരിഹരിക്കണേ റഹ്മാനെ. കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ വീട്ടുകാരും അല്ലാത്തവരും തമ്മിൽ, ഭർത്തൃ വീട്ടുകാർ തമ്മിലുള്ള വിഷമങ്ങൾ, പരസ്പര വെറുപ്പുകളോ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ കലഹങ്ങളുണ്ടോ എല്ലാം പരിഹരിച്ച് തലസ്ഥാനത്ത് സ്നേഹം നിറക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഭൂമിയിൽ ഹലാലായ ജോലി അന്വേഷിച്ച് വന്ന ആളുകളാണ് റബ്ബേ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരുടെയും ഓരോരുത്തരുടെയും കച്ചവടം തുടങ്ങിയവരുണ്ട്, കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ജോലിയിൽ കയറിയവരുണ്ട്, ജോലി നഷ്ടമാകുമോ എന്ന് പേടിക്കുന്നവരുണ്ട്, ജോലിയെ സംബന്ധിച്ച് വിഷമുള്ളവരുണ്ട്, ജോലി അന്വേഷിച്ച് വന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു, ഞങ്ങൾ എല്ലാവർക്കും അനുയോജ്യമായ മഈശത്ത് എന്താണോ അത് നീ വളരെ പെട്ടെന്ന് അടുപ്പിച്ച് തരണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ സഹോദരിമാരിൽ വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സദസ്സിൽ എപ്പോഴും നിത്യമായി സംബന്ധിക്കുന്ന എത്രയോ സഹോദരിമാർ കുഞ്ഞുങ്ങളെ കൊണ്ടും അതുപോലെ മക്കളെ കൊണ്ടൊക്കെ വന്ന് ഒരുപാട് നേരം ഇവിടെ ചെലവഴിച്ചു പോകുന്ന സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ എല്ലാവരെയും അല്ലാഹുവേ നീ ഖൈറിലും സലാമത്തിലുമാക്കണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, പ്രത്യേകമായി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും കൺകുളിർമയുള്ള മക്കളെ നീ ഔദാര്യമായി വളരെ പെട്ടെന്ന് തന്നെ നൽകണം റഹ്മാനെ. വളരെ പെട്ടെന്ന് കൊടുക്കണേ തമ്പുരാനെ, വളരെ പെട്ടെന്ന് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 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 ഞങ്ങളുടെ ഓരോ സെക്കൻഡും, ജീവിക്കുന്ന ഒരു ദിവസത്തിലെ ഓരോരോ മിനിറ്റുകളും അല്ലാഹുവേ ഒരു നന്മ കേൾക്കാനോ നന്മ പറയാനോ നന്മ പ്രവർത്തിക്കാനോ നന്മ പഠിക്കാനോ ഉള്ള അവസരങ്ങളാക്കി പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിലെ യുവാക്കളും യുവതികളും അല്ലാഹുവേ വഴിതെറ്റിപ്പോവാതെ കാക്കണേ റബ്ബേ. മദ്യപാനികളും മയക്കുമരുന്നിന് അടിമകളായും ഗാങ്സ്റ്റേഴ്സായിട്ടൊക്കെ നാടുകളിൽ ചുറ്റി നടക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങളുടെ മക്കളാരും പെട്ടുപോവാതെ, വ്യഭിചാരത്തിലേക്ക് പോവാതെ ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും സഹോദര സഹോദരിമാരെയും അല്ലാഹുവേ ദുർനടപ്പുകാരികളായി മാറിപ്പോവാതെ, ദുർനടപ്പുകാരായി മാറിപ്പോവാതെ ഞങ്ങളുടെ ബന്ധുക്കളെയും മക്കളെയും അയൽവാസികളെയും നാട്ടുകാരെയും ഇവിടെ ജീവിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും സദസ്സിലുള്ള ഞങ്ങളെല്ലാവരുടെയും കുടുംബത്തിലും ബന്ധത്തിലുമുള്ള മക്കളെയും ഈ ഉമ്മത്തിലെ മൊത്തം യുവാക്കളെയും യുവതികളെയും അല്ലാഹുവേ നിന്റെ ഹിഫ്ളിലും നിന്റെ ഖനഫിലും നിന്റേതായ ഹിമായത്തിലുമായി നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ തമ്പുരാനെ. നീ അവസാന കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ വാക്കിൻ്റെ നിന്റെ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആ ഹദീസിൻ്റെ പുലർച്ചയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ലോക മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു റഹ്മാനെ. അത് നീ പറയുന്ന പോലെ തരണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ജീവിക്കുന്ന ഈ UAE-യിൽ അള്ളാഹുവിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, നാടുകളിൽ, ഞങ്ങളുടെ നാട്ടിൽ ഭാരതത്തിൽ അള്ളാഹുവെ നീ സമാധാനം നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹുവെ നീ സമാധാനം നിലനിർത്തണേ തമ്പുരാനെ. തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ സംഘടനകളിലേക്കോ യുദ്ധങ്ങളിലേക്കോ രാജ്യങ്ങൾ പോവാതെ അള്ളാഹുവെ നീ ലോകത്ത് സമാധാനം നിലനിർത്തി തരണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഒരുപാട് നന്മകൾ ചെയ്ത മഹാനായ മർഹൂം ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. അവർക്ക് പിന്നാലെ ആരെല്ലാം വേർപിരിഞ്ഞു പോയിട്ടുണ്ടോ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും നാട്ടുകാരും വിദേശികളുമായ സജ്ജനങ്ങൾ, അള്ളാഹുവെ മുഅ്മിനാത്തുകളുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള അള്ളാഹുവെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ആൽ നഹിയാൻ ഹഫിളഹുല്ലാഹ്, അള്ളാഹുവെ ആ മഹാനുഭാവൻ്റെ ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ സമാധാനപ്രിയരായ, സമാധാനത്തിൽ ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഈ രാജ്യം അർഹമുർ-റഹീമേ എല്ലാവിധ ശത്രുക്കളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. സാമ്പത്തികമായും സാംസ്കാരികമായും അതുപോലെ തന്നെ സാംസ്കാരികമായും എല്ലാ നിലക്കും സമാധാനപരമായുമുള്ള പരമമായ വിജയം അള്ളാഹു ഈ രാജ്യത്തിന് നൽകണേ റഹ്മാനെ. ഞങ്ങൾ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക്, ഈ മണ്ണിന് നീ നൽകിയ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവെ ആ റഹ്മത്ത് തടഞ്ഞു പോവാതെ, നിന്നു പോവാതെ നീ കാക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അതുകൊണ്ട് നാട്ടിലെ മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന, നാട്ടിലെ ദീനി സംരംഭങ്ങൾ, നാട്ടിലെ കുടുംബങ്ങൾ, പാവപ്പെട്ടവരൊക്കെ സഹായിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ നീ
നൽകുന്ന നിഅമത്ത് കൊണ്ടാണ് റബ്ബേ. ഞങ്ങൾ ഇതിനോട് നന്ദിയുള്ളവരാണ് പടച്ചവനെ, നിന്നോട് നന്ദിയുള്ളവരാണ് റബ്ബേ, മനുഷ്യരോട് നന്ദിയുള്ളവരാണ്. അള്ളാഹു നിന്റെ നിഅമത്ത് മുറിഞ്ഞു പോവാതെ അള്ളാഹു അത് നിലനിർത്തി തന്നുകൊണ്ട് തന്നെ അതിന് ശുക്ർ ചെയ്യുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. അള്ളാഹു പ്രത്യേകം ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞ അലവിദാരിമി ഉസ്താദിൻ്റെ അസുഖം ഹാർട്ട് സംബന്ധമായ വിഷമത്തിലാണ്. അള്ളാഹുവെ ഉസ്താദിന് നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റഹ്മാനെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അലവിദാരിമി ഉസ്താദിന് അള്ളാഹു നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم واجعل اللهم آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين والحقنا بالصالحين وارزقنا لقاءك ولقاء نبيك نبينا محمد صلى الله عليه وسلم. اللهم ارزقنا السعادة في الدنيا والآخرة. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.